ഇന്നലെ രാത്രിയിൽ കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ പരിചയപ്പെടുത്തിയ പോലെ എൻ്റെ പേര് ഷമീർ എന്നാണ്. സ്വദേശം കൊല്ലം ജില്ലയാണ്. പേര് കൊണ്ട് തന്നെ വാക്കും ഭാഷണവും കൂടാതെ എൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായല്ലേ? മനസ്സിലായി? ശ്രീമല്ല അതും കൈ വെച്ചിരുന്നത് ആയിരുന്നു. അങ്ങനെ പറയണം. ഇതിനകത്ത് വന്നിട്ടും വിടാത്ത പറയണമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ആയിരുന്നു ചില പറയാറുണ്ട്, പക്ഷേ നിങ്ങളൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ വന്നല്ലോ, ഞങ്ങളൊക്കെ പിന്നെ ജനിച്ചത് ഉണ്ടല്ല ക്രിസ്ത്യാന ആരാ സോദര. പുസ്തകത്തിൽ 3 ഗ്രൂപ്പേ ഉള്ളൂ. ഒന്ന് യഹൂദൻ, എന്റെ പപ്പ യഹൂദനാണെന്നുള്ള ആരെങ്കിലും ഇവിടെ കൈ ഉയർത്തിയാൽ നിങ്ങളാണ് ക്രിസ്ത്യാനി. ഒന്നുമില്ല. യഹൂദനല്ലാത്ത സകലതിനെയും തമ്പുരാൻ വിളിച്ച ഒറ്റ പേര് ഞങ്ങള് സൂര്യ ഒരു മറിയാനി ഉണ്ടാകിയിരുന്ന സ്തോത്രം. അംബാനിക്ക് വേണ്ടി ഒഴുക്കിയ രക്തവും വഴിയിൽ നിന്ന് ചെരുപ്പ് കുത്തുന്ന ചെരുപ്പൂത്തിക്ക് വേണ്ടി ഒഴുക്കിയ രക്തവും ഒരുപോലെ. സുറിയാനിക്ക് വേണ്ടി ഒരു തുള്ളി കൂടുതലൊന്നും ഒഴുക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അംബാനിയും മറ്റവൻ ചെരുപ്പൂത്തിയായിരിക്കും. നിത്യതയിൽ ആത്മാവെന്ന വിലയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇസ്ലാമിക പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ചെറുപ്രായത്തിൽ മദ്രസയിൽ കടന്നുപോയി. ഇസ്ലാമിക മത അനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെ അത്യാവശ്യം പഠിച്ചു. പണ്ഡിതനൊന്നും ആയില്ല, അത്യാവശ്യം പഠിച്ചു. അത് കഴിഞ്ഞ് ബാപ്പയും ഉമ്മയും 2 പെങ്ങന്മാരും വല്യമ്മയും അടങ്ങുന്ന കുടുംബത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായി നിൽക്കുന്ന കാലയളവിൽ കുടുംബത്തിൽ അല്പമല്ലാത്ത കടഭാരം ഉണ്ടായി, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. തന്മൂലം എൻ്റെ മാതാവ് ഗൾഫിന്റെ പ്രദേശത്തേക്ക് കടന്നുപോയി. പിതാവിന്റെ പേർക്ക് മാസം പണമൊക്കെ അയച്ചു കൊടുത്തു. എൻ്റെ പിതാവ് ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ്. എന്നാൽ ഈ മാസം പണം കൈ വന്നു തുടങ്ങിയപ്പോൾ എൻ്റെ പിതാവിന്റെ റൂട്ട് മാറാൻ തുടങ്ങി. പൊതുവെ അങ്ങനെ ആത്മീയത്തിലും ഇതൊക്കെ വന്നു കഴിയുമ്പോഴാണ് കുഴപ്പം. വരാതിരിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കും. കാര്യം ഇന്ന് നമ്മൾ ഈ ദുരുപദേശകരെന്ന് പറയുന്നവരെല്ലാം പുറകോട്ടൊന്ന് പഠിച്ച എല്ലാം മര്യാദയ്ക്ക് പ്രസംഗിച്ചുകൊണ്ട് നടന്നവരാണ്. ഇവരാരും ദുരുപദേശകരായിട്ട് ജന്മം കൊണ്ടവരൊന്നും അല്ല. ഈ ഭൂതത്തെ എല്ലാം തുറന്നു വിട്ട നമ്മളാണ്. ഇതൊക്കെ ഇവിടെ പറഞ്ഞു കൊടുത്താലും അടുത്ത ആഴ്ച ഇവരെ വിളിച്ച് കൺവെൻഷൻ നടത്താൻ ആളുണ്ടെന്ന് കിട്ടുന്നില്ല. ചുമ്മാ പറയാം സ്വത്രം ആളുണ്ട്. കാര്യം ഈ അവരെ പ്രസംഗിക്കുന്ന എന്തെങ്കിലും പറയും. അഡ്രസ് ഉള്ളവൻ പറയുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അഡ്രസ് ഉള്ളവൻ എന്ത് വിഡ്ഢിത്തരം പറഞ്ഞാലും കുഴപ്പമില്ല. അവിടെ ഈയിടയ്ക്ക് അവിടെ ഇന്റർനെറ്റിനകത്ത് കണ്ടു, പിന്നെ പേരിന്റെ അറ്റത്ത് എമ്മയും വെച്ചുകൊണ്ട് ഒരു ശാസ്ത്രജ്ഞൻ പുള്ളി പറയുക, വെളിപ്പാട് ദിവസം 8-ാം അധ്യായം സദ്ദാം ഹുസൈന്റെ കാലത്ത് നടന്നു. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അത് കേൾക്കണം, ഞാൻ മീറ്റിംഗ് കഴിയുവാ ഞാൻ തരാം. ബാംഗ്ലൂരുകാരന് അഡ്രസ്സും ഉണ്ടല്ലോ. വെളിപ്പാട് ദിവസവും 8-ാം അധ്യായം എന്ത് ചെയ്തു? സദ്ദാമിന്റെ കാലത്ത് നടന്നു. യോഹന്നാന് വലിയ വെളിപ്പാട് അറിവൊന്നും ഇല്ലാത്ത ആളെന്ന് 3 അടിയുള്ള കിണർ കണ്ട് ശീലിച്ച യോഹന്നാന് സദ്ദാം ഹുസൈൻ കുഴിച്ച ആ 8 കിലോമീറ്ററുള്ള കുഴി കണ്ടപ്പോ അതിനെ അഗാധ കൂപം എന്നൊക്കെ വിളിച്ച യോഹന്നാൻ അറിവില്ല. അതിന് പുക പൊങ്ങി, വെട്ടുക്കിളി പുറപ്പെട്ടു. എന്തോ വെട്ടുക്കിളി? അന്ന് യോഹന്നാൻ വെട്ടുക്കിളി നിന്റെ പുള്ളിക്ക് അറിവില്ലെന്ന്. അതുകൊണ്ട് അങ്ങനെ എഴുതി. ഇന്ന് നമുക്കറിയാം എന്തോ സംഭവം. എന്തുവാ? ഹെലികോപ്റ്റർ. ഉടനോടൊക്കെ വന്നു ഞാൻ അറിഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ഇറക്കം ആളുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? അത് കിട്ടുന്നില്ല. വല്ലതും പറയാനുണ്ടോ? മീറ്റിംഗ് കഴിയുമ്പോൾ എന്നോട് പറയണം. കോട്ടയത്ത് നിന്ന് അടി മേടിച്ചിട്ട് കൊട്ടാരക്കര വന്ന് തെറി വിളിക്കരുത്. തലതിന്റെ സ്വഭാവം അങ്ങനെ. കോട്ടയത്ത് നിന്ന് അടി മേടിച്ചിട്ട് കൊട്ടാരക്കര വന്നിട്ട് പറയും എടുത്തോളാടാ, വല്ല കാര്യമുണ്ട്. വല്ലതും പറയാനുണ്ടോ? ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഒന്ന് പറയണം. സ്തോത്രം. അപ്പൊ സംഗതി ഇതാ. അത് ഞാൻ അല്ലേലും പണ്ടേ ബൈബിൾ വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടായിരുന്ന വെച്ചാൽ, ഈ യോഹന്നാൻ വെട്ടുക്കിളിയും തേനും കൊണ്ട് ഉപജീവനം കഴിച്ച ഈ വെട്ടുക്കിളി കഴിച്ച വയറും അറിയുന്നൊക്കെ ഉള്ളൊരു ചിന്ത ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത് പുള്ളി ഓരോ ഹെലികോപ്റ്ററിൽ അടിക്കുമായിരുന്നു. സംഗതി അത് മർമ്മതാണ്. ഓക്കെ. അപ്പം ഇത് വെട്ടുക്കിളി, പിന്നെ കുതിര, സിംഹത്തിന്റെ മുഖം പോലെയുള്ള കുതിര. അപ്പം വെട്ടുക്കിളി ഹെലികോപ്റ്റർ ആണെങ്കിൽ സിംഹത്തിന് പോലെയുള്ള കുതിര എന്തുവാ? പാറ്റൻ ടാങ്ക്. വീഡിയോ എന്തെങ്കിലും ഉണ്ടെന്ന് തരാൻ ചുമ്മാ ഒന്നും കയറി ആരെയും പറയുന്ന ആളല്ല ഞാൻ. അതെ,
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം സദാമിന്റെ കാലത്ത് എന്ത് ചെയ്തു? നിവർത്തിയായി. ഇപ്പൊ സഭയോ ഇടുന്നില്ല. ഇപ്പൊ സഭയോ സഭയോ പോട്ടെ, ഞാൻ തുടക്കത്തിലേക്ക് അല്ലേ അടിക്കുന്നില്ല. അപ്പൊ ഏതായാലും നോക്കേ, അങ്ങനെ ഒരു പണം വന്നു തുടങ്ങിയപ്പോൾ പിതാവിന്റെ റൂട്ട് എന്ത് ചെയ്തു? വഴിമാറി. ഉമ്മ നാട്ടിൽ വന്നു. ആദ്യത്തെ ചില ദിവസങ്ങൾ സന്തോഷത്തിന്റെ അനുഭവമാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ബന്ധുക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നു പെട്ടി പൊട്ടിക്കാൻ. അതങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തിന്റെ അനുഭവത്തിൽ. അത് കഴിഞ്ഞ് പണത്തിന്റെ കണക്കുകളെ കുറിച്ച് അങ്ങോട്ട് ചോദിച്ചപ്പോൾ പാപ്പയും ഉമ്മയും തമ്മിൽ വഴക്കാരംഭിച്ചു. ഞാൻ പാത്രം കഴിയും, തുണി അലക്കിയും കഷ്ടപ്പെട്ട് 2 പെൺകുഞ്ഞുങ്ങളിരിക്കുന്ന കാശിന്റെ മനുഷ്യന് മറുപടിയില്ല. അങ്ങനെ ഓരോ സന്ധ്യയിലും വഴക്കടിക്കുന്ന മാതാപിതാക്കൾ, പല രാത്രികളിലും കരഞ്ഞുകൊണ്ട് നേരം വെളുപ്പിക്കുന്ന മക്കൾ. മുന്നോട്ട് പോയി. ഒരു പ്രഭാതത്തിൽ ഞങ്ങൾ കാണുന്നത് എൻ്റെ പിതാവ് ഞങ്ങളെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അന്ന് സന്ധ്യയിൽ എൻ്റെ പിതാവിൻ്റെ കുടുംബ വീട്ടിൽ ഞാൻ ചെല്ലുന്നു. ഞാനൊരു യൗവനക്കാരനാണ്. ഞാൻ ക്യാമ്പസ് മോഹങ്ങളുമായി നടക്കുന്ന ഒരു കൊച്ചു പയ്യൻ, യൗവനക്കാരൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കുടുംബ വീട്ടിൽ ചെന്നു. പിതാവ് ഞങ്ങളെ ഉപേക്ഷിച്ച് വന്നതാണ്, തിരിച്ചു പറഞ്ഞു വിടണമെന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിച്ചപ്പോൾ ചെവി പിടിച്ച് തൂക്കിയെടുത്ത് എറിയുന്ന പോലെ അവരെന്നെ അടിച്ചെടുത്ത് വെളിയിൽ കളഞ്ഞു. ഞങ്ങൾ അവനെ കൊണ്ട് വേറെ കെട്ടിക്കുമെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത മുറിവേറ്റത്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്, പാപ്പയ്ക്ക് പ്രായം കുറവ്, 57 വയസ്സുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു വേറെ കെട്ടിക്കുമെന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിൽ വലിയ മുറിവായി. പ്രിയമുള്ളവരെ, ആ യൗവന പ്രായത്തിൽ എനിക്ക് പ്രതികരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് കഴിവില്ല. കൂട്ടുകാരോ ഞാൻ അങ്ങനെ മോശക്കാരനായിട്ട് ജീവിച്ചൊരു പശ്ചാത്തലമൊന്നുമല്ല. ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പയ്യനായിരുന്നു. അതിന് കാരണമുണ്ട്. ഞാൻ പാട്ട് എൻ്റെ ഒരു ഭയങ്കര ജീവിതത്തിലൊരു പുതിയ പാട്ടുകാരനാവണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇവർ പാവപ്പെട്ട ഒരു സ്വോത്ര കാഴ്ചയ്ക്ക് ഒരു പാട്ടൊക്കെ പാടേണ്ടതാണ്. അതും കൂടെ തട്ടിയെടുത്ത് ഞാൻ പാടി. പിന്നെ ഇവരായതുകൊണ്ട് സാരമില്ല ഭാഷ എന്ന് പറഞ്ഞുകൊണ്ടോ. അപ്പൊ ഏതായാലും ഈ പാട്ടുകാരനാണ്. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും പാട്ടൊക്കെ ഒന്നുമില്ല. പ്രാർത്ഥന നടക്കാത്ത ഒരു കാര്യമില്ല. ABCD എനിക്കറിയത്തില്ല പാട്ടിന്റെ. ഞാൻ സത്യം പറഞ്ഞു. കാര്യം ഞാൻ ഈ പല സ്ഥലത്തും പാടാൻ പോകുമ്പോഴുണ്ടല്ലോ, ഈ പാട്ടുകാർ ഇത് വായിക്കുന്നവർ എന്നോട് ചോദിക്കും, പക്ഷെ പാട്ട് പാടും. എനിക്ക് ആഗ്രഹമുണ്ട് 10 പാട്ട് പാടാം. പക്ഷെ ഇവരോട് ഞാൻ പറയും ഞാൻ പാടുന്നില്ലെന്ന് പറയും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാടുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം ചോദിക്കും ഏത് പിച്ചാന്ന് ചോദിക്കും. എനിക്ക് പണ്ട് ടീച്ചർ സ്കൂളിൽ പിച്ച ഓർമ്മയില്ല. വേറെ പിച്ചൊന്നും എനിക്കറിയത്തില്ല. അവർ ചോദിക്കാൻ സ്കെയിൽ ഏതാണ്, അല്ലാതെ പഠിക്കാൻ വരയിട്ട സ്കെയിലാണ് എനിക്കറിയാം. അപ്പൊ ഇതൊന്നും അറിയാത്തതുകൊണ്ട് മ്യൂസിക് ഞാൻ തന്നെ കൊണ്ടു നടക്കുക. അത് അവിടെ കൊടുത്ത് അവരിട്ടത്. അങ്ങനെ പാടും. അപ്പൊ അതുകൊണ്ട് പാട്ടുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഇതിനോട് ഭയങ്കര ആഗ്രഹം, ഇതിനെ പഠിച്ചിട്ടില്ല. അപ്പൊ ഈ പാട്ടുകാരനാകാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ ശബ്ദം സൂക്ഷിക്കുകയും ദുർശീലങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ, തണുത്ത ആഹാരം കഴിക്കാതെ, മോര് കഴിക്കാതെ ശബ്ദം സൂക്ഷിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തു വന്നിരുന്നത് കൊണ്ട് ആൾക്കാർക്ക് തന്നെ ഇഷ്ടമോ വേറെ ഒരു ദുർശീലങ്ങളൊന്നും. അപ്പൊ ഇങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ പിതാവ് ഇറങ്ങിപ്പോയി. അങ്ങനെ ആ പിതാവ് ഇറങ്ങിപ്പോയ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഇവരോട് പ്രതികാരം ചെയ്യണമെന്നുള്ളൊരു മനോഭാവമാണ് എന്നെ കൊല്ലത്ത് ഒരു പറ്റം കൂട്ടുകാരുടെ കൂട്ടത്തിൽ എത്തിച്ചു. പള്ളിത്തോട്ടം, തക്കശ്ശേരി, കടപ്പുറത്തോടൊക്കെ എനിക്ക് ഒരു പറ്റം നല്ല കൂട്ടുകാരെ കിട്ടി. കൂട്ടുകാർ പറഞ്ഞു, പിന്നെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു അത്രേ ഉള്ളൂ, ആളിയും ധൈര്യമായിട്ട് അളിയാ നമുക്ക് വഴി ഉണ്ടാക്കാന്നുള്ളൂ. ബന്ധമൊക്കെ എപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് എന്തായാലും അളിയാന്ന് വിളിച്ചു. എന്നെ പൊക്കിയെടുത്ത് അടുത്ത് വന്ന് കണ്ട ആട്ടോയ്ക്ക് കൈ കാണിച്ച് നേരെ കൊണ്ടുപോയി ഡിസ്ട്രിക്ട് ആശുപത്രിയുടെ പുറകുവശത്ത് സുരഭി വാറെന്ന് പറഞ്ഞൊരു വാറുണ്ട്, അവിടെ കൊണ്ടിരുത്തി സൗജന്യമായി കുപ്പി മേടിച്ചു തന്നു. അടി എല്ലാ പ്രശ്നവും മാറുമെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി മദ്യത്തിന്റെ രുചി നല്ല യൗവന പ്രായത്തിൽ അകത്ത് ചെന്നു. പിശാചിന്റെ കയ്യിൽ അകപ്പെട്ട പിശാചിന്റെ കയ്യിലെ ആയുധം പോലെ അവിടെ തുടങ്ങി ജീവിതം നാശത്തിലേക്ക് വഴിമാറി. പിന്നീട് അങ്ങ് ഒരു പോക്കായി. കൂട്ടുകാരുമായി മദ്യപിക്കുക, രാത്രികാലങ്ങളിൽ ആളില്ലാത്ത വീട്ടിന്റെ ടെറസിന്റെ മേളിൽ കയറി മദ്യപിക്കുക, ഗാനങ്ങളെ പാട്ട് നടത്തുക, നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കും ഒക്കെ ചാക്കിലാക്കുക. അങ്ങനെ നല്ല ഡ്യൂട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൊച്ചു കൊച്ചു കലാപരിപാടികളൊക്കെ ആയി. അങ്ങനെ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും പെങ്ങന്മാർ ബാപ്പ പോയതിനേക്കാളും വലിയ വേദന എൻ്റെ ജീവിതം കൊണ്ടാകുന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വഴിമാറി. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതിന്റെ ഓർഡർ അനുസരിച്ച് പറയാൻ തുടങ്ങിയാൽ 1.5 മണിക്കൂറാവും സാക്ഷ്യം തരുമ്പോൾ പിന്നെ എനിക്ക് ഉദ്ദേശിച്ച ഒന്നും പറയാനും ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കി കൂട്ടിയെന്ന് പറഞ്ഞാൽ, അങ്ങനെ തകർച്ചയിൽ നിന്ന് തകർച്ചയുടെ അനുഭവത്തിലേക്ക് കടന്നുപോയി. കൂട്ടത്തിൽ എൻ്റെ സഹോദരി സോഫി പെട്ടെന്നൊരു വഴി തുറന്ന വണ്ണം ഡൽഹിക്ക് അവൾക്ക് നേഴ്സായിട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഡൽഹി പോവുകയും അവിടെ വെച്ച് അവൾക്കൊരു രോഗാവസ്ഥ ഉണ്ടാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും തുടർന്ന് അത്യാവശ്യമായി ഓപ്പറേഷൻ വേണമെന്നുള്ള അറിയിപ്പുമായി ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് ഉത്തം നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, എബി മാംബാസ് കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അറിയാം. ഉത്തം നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കടന്നു ചെന്നു. എൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരെ കണ്ടു. സ്തോത്രം.
പെന്തിക്കോസ് എന്ന് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ആദ്യമായി ഇങ്ങനെ ഒരു ഐറ്റത്തെ കാണുന്ന ഡൽഹിയെ വെച്ച. ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ പറയും, കേരളത്തിൽ വെച്ച് ദൈവത്തെ അറിയാത്തവനെ വടക്കേന്ത്യയെ കൊണ്ടിട്ട് അറിയിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ വെച്ചും അറിയാത്തവനെ ഗൾഫിലും അമേരിക്കയിലും കൊണ്ടിട്ട് അറിയിക്കുന്ന ദൈവം അല്ലേ. ഇനി ഇവിടെ എങ്ങും വെച്ച് അറിയാത്തവനെ അറിയിക്കുന്ന ഒരു സ്ഥലമുണ്ട്, AC റൂമായോണ്ട് പേര് ഞാൻ പറയുന്നില്ല, എന്തായാലും അറിയും. അപ്പൊ അങ്ങനെ സംഗതി അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ കണ്ടു. ഇവര് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി സൗഖ്യം വരുമെന്ന് പറഞ്ഞു. കൃപയാ ആ ദൈവസഭ ദൈവദാസന്മാരെ പ്രാർത്ഥിച്ചു, സഹോദരിക്ക് സൗഖ്യം പ്രാപിക്കാൻ ഇടയാണ്. പക്ഷെ നോക്കണേ, ആ ഇന്ന് ചിലര് എന്റെ പ്രസംഗത്തിലൊക്കെ ഈ പലരും തെറ്റിദ്ധാരണകളുണ്ടോ ഒത്തിരി എന്റെ പ്രസംഗത്തിൽ. കാരണം ഈ 1.5 മണിക്കൂർ പ്രസംഗം കേൾക്കും. ഈ 1.5 മണിക്കൂറിൽ ഞാൻ എവിടെ നിങ്ങൾ എന്റെ ഏത് പ്രസംഗം എടുത്ത് നോക്കിക്കോ, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, ആത്മനിർഭരമായ ഉപദേശ വിഷയങ്ങൾ തീർത്തടിച്ചിട്ട് ഇതിലൊരു 10ഓ 15ഓ അങ്ങേയറ്റം ഒരു 20 മിനിറ്റോ ആയിരിക്കും ഈ ദുരുപദേശന്മാരെ വെട്ടാൻ വേണ്ടി വെച്ചിരുന്നത്. അത് വെക്കും വേണം. അപ്പം പുസ്തകത്തിൽ അതുള്ളതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്നവരെല്ലാം ഈ ഉപദേശം പറഞ്ഞതും രക്ഷ പറഞ്ഞതും സ്നാനം ഇന്നലെ ഇവിടെ സ്നാനം തെളിയിച്ചാണ് പ്രസംഗിച്ചത്. പലവർക്കും ഒബ്ജക്ഷനോടെ കയറി വരാം, നമുക്ക് ഇവിടെ വെളുക്ക സംസാരിക്കാം. അങ്ങനെ അല്ലെന്ന് തെളിയിച്ചാൽ തിരുത്തി പറയാം. അപ്പൊ ഇതെല്ലാം പ്രസംഗിക്കൊന്നും ആരും കേൾക്കത്തില്ല. അയാൾ കുറ്റം പറഞ്ഞു, ഇതാ പറഞ്ഞില്ല. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഇന്നും നിങ്ങൾക്കത് ബോധ്യപ്പെടും, പറഞ്ഞുതരാം. ഞാനിവിടെ ഇന്നോട് പറയാം, മദ്യപാനി നീ സ്വർഗരാജ്യത്തിൽ കാണത്തില്ല. മദ്യപാനി നിനക്ക് കൺചുവപ്പ്, കലഹം, നിനക്ക് ആടി വീടി, നിന്നെ ആമലി പോലെ കൂത്തുവെന്നൊക്കെ സദൃശവാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞാനിവിടെ ഇന്ന് അങ്ങോട്ട് തകർത്തടിച്ചെന്ന് വെച്ചു. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇത് ആർക്കായിരിക്കും കൊള്ളുന്നത്? ഇവിടുത്തെ പാസ്റ്റർമാർ പറയൂ, എന്നാലും പുള്ളി മദ്യപാനിയെ കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? പാസ്റ്റർമാർ പറയൂ, ഉണ്ടെന്നില്ല. പറയൂ, ഇല്ല. വിശ്വാസികൾ പറയൂ. പിന്നെ ആർക്കായിരിക്കും ഇത് കൊള്ളുന്നത്? എന്നാലും അയാൾ മദ്യപാനിയെ കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമുള്ളൂ. ആർക്കായിരിക്കും കൊള്ളുന്നത്? കുടിയക്കാരല്ലേ ഉള്ളത്? ഉണ്ടെന്നില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഈ പ്രസംഗിച്ചത് ആരെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, എന്നാലും അയാൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല, അവനാ ഇതിന്റെ ആളാണ്. മനസ്സിലാക്കുന്നുണ്ടോ? കുടിയനല്ലാത്തവർക്കൊന്നും കൊണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ കുടിയനെ പറഞ്ഞാൽ സഭാഭാസന്മാരുന്നുണ്ട്, ആമേൻ അങ്ങനെ അങ്ങോട്ട് കൊടുക്കട്ടെ, സ്തോത്രം എന്നാ പറയത്തുള്ളൂ അല്ലേ? അപ്പൊ ഇത് കൊള്ളുന്നെങ്കിൽ സൂത്രം കയ്യിലിരിക്കുന്നവനാ കൊള്ളുന്നത്. പിന്നെ നിങ്ങൾക്ക് യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അറിയാം, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്നാലും ആ വിഷയത്തിൽ പുള്ളിയാ അപ്പൊ ഓർത്തോ ഇവൻ ആ വിഷയത്തിൽ വീട് കിടക്കുന്നുണ്ട്, ഇവന് കൊണ്ട ഇന്ന് യോഗം കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് സംഗതി ഇതാണ്. ആമേൻ. ഓക്കെ, അവിടെ വെച്ച് അവൻ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചാൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അനുഭവത്തിൽ കണ്ടപ്പോൾ അവിടെ നിന്നും പുസ്തകമെടുത്ത് വീട്ടിലേക്ക് വന്നു. ഉമ്മായോട് പറഞ്ഞു, നിങ്ങളുടെ മോളെ യേശു സൗഖ്യമാക്കിയിരിക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. അവിടെ നിന്ന് യേശുമായിട്ടൊരു ഇഷ്ടം, അത്രേ ഉള്ളൂ, അല്ലാതെ രക്ഷിക്കപ്പെടണം സ്നാനപ്പെടണം എന്നുള്ള കാര്യമൊന്നുമില്ല. യേശുമായിട്ടൊരു ഇഷ്ടം തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പെന്തിക്കോസ് എന്ന് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ദേശത്ത് തമ്പുരാൻ ദൈവദാസനെ അയച്ചു. ഒരു വീട് വാടകയ്ക്കെടുത്ത് കൊട്ടാൻ തുടങ്ങി. എല്ലാ വീട്ടിലും കയറി ക്ഷണിച്ച കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞായറാഴ്ച ഒരു പ്രാർത്ഥന തുടങ്ങുന്ന സമയമുണ്ട്, ഒന്ന് വരണമെന്ന് പറഞ്ഞു. എന്ത് പ്രാർത്ഥന? യേശുവിന്റെ ഞങ്ങൾക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു. ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ ഒത്തിരി പേര് അന്യഭാഷയിലൊക്കെ ഞങ്ങളുടെ ആരോഗ്യം എന്നോട് ചന്തയാണോ എന്നൊക്കെ തോന്നി, എന്നാ ബഹളമായി എന്നൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടാണ്. പിന്നെ ശീലമായിക്കോളും. ഈ ശീലം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കസേരയും മേശയൊക്കെ എടുത്ത് കയ്യിലെടുത്ത് മണ്ടൊക്കെ വെച്ചിട്ട് അടിക്കുകയൊക്കെ ചെയ്യും. അതും വലിയൊരു പ്രശ്നമാണ്. അത് ഞാൻ പിന്നാലെ വിശദീകരിക്കാം. അപ്പൊ ഏതായാലും സംഗതി അവിടെ ഇവരിങ്ങനെ വലിയ ബഹളമൊക്കെ ആയിട്ട് ആരാക്കി ഏതായാലും വന്നു പോയല്ലോ എന്ന് വിചാരിച്ച് ഞാനും പുറകിൽ അങ്ങ് മാറി പമ്മിയിരുന്നു ഞങ്ങള്. എന്നാൽ ദൈവദാസൻ 12 മണിക്ക് വചന ശുശ്രൂഷയ്ക്ക് ദൈവദാസൻ എഴുന്നേറ്റു. ജീവിതത്തിൽ ആദ്യം കേട്ട പ്രസംഗം ഇന്നും കാതിലുണ്ട്. 1 തിമോഥെയോസ് 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ എടുത്തുകൊണ്ട് ദൈവദാസൻ പ്രസംഗിക്കുക. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ആഗ്രഹം എല്ലാ മനുഷ്യരും എന്ത് ചെയ്യണം? 1 രക്ഷ പ്രാപിക്കണം, 2 സത്യം അറിയണം. അപ്പൊ എന്തുവാ ഈ സത്യം? തൊട്ടടുത്ത വാക്യം പറയുക, ദൈവം ഒരുവനല്ലോ. അതാ സത്യം. ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവനേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്ന അടിവരയിട്ട് പ്രസംഗിച്ച് 12:40 ആയപ്പോൾ പ്രസംഗത്തിന്റെ മുഖവര പറഞ്ഞുകൊണ്ട് ചോദിച്ചു, അതുകൊണ്ട് എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം നിന്നോട് ചോദിക്കുന്നു, ഈ രക്ഷ ആർക്ക് വേണം? 12:40 സമയത്ത്
പരസ്പരം ഉമ്മായോടും അനിയത്തിയോടും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയമില്ല, സാഹചര്യമില്ല, തമ്മിൽ നോക്കിയില്ല, വർത്താനം പറഞ്ഞില്ല. ഈ രക്ഷ ആർക്ക് വേണമെന്ന് ചോദിക്കുന്ന നിമിഷം ഞങ്ങൾ ഒരുപോലെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഈ യേശുവിനെ ഞങ്ങൾക്ക് വേണം. മുന്നോട്ട് വരാൻ പറഞ്ഞു. ആമേ നോക്കിയ ആ പുൽപ്പിറ്റിലേക്ക് ഏറ്റു നിർത്തിക്കൊണ്ട് ആമേ റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയുകയും ദൈവം മരിച്ചവരെ ഉറപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന വേദവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആമേ രക്ഷാവാചകം ചൊല്ലിത്തന്നു. യേശുവേ, ഞാൻ നീട്ടി വിളിച്ചു, യേശുവേ. ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഒറ്റ കരച്ചിലായി. ആമേ ഒരു ഭാവിയാണെന്ന് അലറിക്കരയുവാൻ തുടങ്ങി. അങ്ങനെ 2/8/2002 ഉച്ചയ്ക്ക് 12:40 രക്ഷിക്കപ്പെട്ടു. ആമേ ഞാൻ ചോദിച്ചു, ചിലരിങ്ങനെ ചിരിക്കും, മുഹൂർത്തം പറഞ്ഞ പോലൊക്കെ പറയുന്ന നിലവില്ല. കാര്യമുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു സഭയിൽ ശുശ്രൂഷയ്ക്ക് ഉപവാസ പ്രാർത്ഥന കടന്നുപോയി. 40ഓളം പേരുള്ള സഭയാണ്. അങ്ങനെ ഞാൻ ചോദിച്ചു, രക്ഷിക്കപ്പെട്ടവരെല്ലാം കരമുയർത്തി ഒന്ന് സ്വത്രം ചെയ്തെന്ന് പറഞ്ഞപ്പോൾ 12 പേര് കൈപൊക്കി. 40 പേരുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, 12 പേരെ രക്ഷിക്കപ്പെടുള്ളൂ. അപ്പൊ ഞാൻ പ്രസംഗ വിഷയം മാറ്റി സുവിശേഷം പറയണം. പ്രസംഗ വിഷയം മാറ്റി വെച്ചു സുവിശേഷം പറയാനുള്ള ചിന്തയിൽ ഇരിക്കുമ്പോഴും എന്റെ അകത്തൊരു ചിന്ത ഇങ്ങനെ കിടന്ന് കളിക്കുക. ഈ കൈ പൊക്കാതിരിക്കുന്നവരുടെ കാതയിലും കഴുത്തയിലും ഒന്നും ഇല്ല. ചേട്ടാ, ഇത് ആകെപ്പാട് കൺഫ്യൂഷൻ ആയല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ചോദിച്ചു, സ്നാനപ്പെട്ടവര് കൈ പൊക്കാൻ പറഞ്ഞു. 40 പൊക്കി. അമ്മേ, ചിലർക്കൊന്നും മനസ്സിലായില്ല. രക്ഷിക്കപ്പെട്ടവർ 12, സ്നാനപ്പെട്ടവർ 40. ഇങ്ങനെ സ്നാനപ്പെട്ട കുറെ എണ്ണം സഭയ്ക്കകത്തിരിപ്പുണ്ട്. യവനായി നാശകോടാലി മുഴുവൻ ഉണ്ടാക്കി. കാര്യം അവനൊന്നും ചത്തിട്ടില്ല. ചത്ത എന്നാന്ന് ചോദിച്ചാൽ കുഴിച്ചിട്ട ഡേറ്റായി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവനാ സ്നാനപ്പെടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 2/8/2002 ഉച്ചയ്ക്ക് 12:40 രക്ഷിക്കപ്പെട്ടു. 3 ആഴ്ചയ്ക്ക് ശേഷം സ്നാനത്തെ കുറിച്ച് കേട്ടു. സ്നാനം പെന്തിക്കോസുകാർ സ്ഥാപിച്ച കൽപ്പനയല്ല, സ്നാനം പ്രാണനെ തന്നവന്റെ കൽപ്പനയാണെന്ന് തിരിച്ചറിഞ്ഞു. സ്നാനം പെന്തിക്കോസിൽ ചേരാനല്ല. നീ പെന്തിക്കോസിൽ ചേർന്നോടി ചിലവ് ചോദിക്കും. പെന്തിക്കോസിൽ ചേരാനല്ല സ്നാനം, യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. വെള്ളം നനയ്പ്പല്ല സ്നാനം, വെള്ളത്തിൽ മുങ്ങിയാണ് സ്നാനം. പുസ്തകത്തിന് തിരിച്ചറിഞ്ഞു. അങ്ങനെ സ്നാനപ്പെടാൻ തീരുമാനിച്ചപ്പോൾ ഉപദേശി പറഞ്ഞു, നമ്മുടെ സെൻട്രൽ സഭയിലെ തൊട്ടിയില് കൊണ്ടുമുക്കാം. അത് നടക്കുകയില്ല. മുക്കുന്നെങ്കിൽ പരസ്യമായിട്ട് മുക്കണം. ഞാനങ്ങ് ചൂടാകുമ്പോൾ ഉപദേശം ചൂടാ. എന്നാ പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ അപ്പൊ ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ തമ്പേറടിച്ചു കൊട്ടിപ്പാടി റോഡിൽ കൂടെ യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിത പാട്ടും പാടി ഞാനും എൻ്റെ ഉമ്മയും അല്യത്തിയും അടക്കം 7 പേര് സ്നാനക്കടവിലേക്ക് നടന്നു. ഹല്ലേലൂയ. അയത്തിൽ എന്ന് പറഞ്ഞാൽ അയത്തിൽ ബൈപ്പാസിന്റെ അടിയിൽ കൂടെ ഒഴുകുന്ന നദിയിൽ ഞങ്ങൾ സ്നാനമേൽക്കുവാനായി ഒരുങ്ങി വെള്ളത്തിലിറങ്ങി നിൽക്കുമ്പോൾ അതാ എന്റെ ബന്ധത്തിൽപ്പെട്ട ചിലര് അതാ ആമേ ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി വെള്ളത്തിലേക്ക് എന്നെ നോക്കി അവര് മോനെ മോനെ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. മുമ്പും പുറവും വേറെ ചേർത്താണ് വിളിച്ചത്. അമേ, നീ മുങ്ങി പൊങ്ങിയാൽ നിന്നെ വിട്ടുകൊള്ളാന്നൊക്കെ പറഞ്ഞു പല വാക്കുകളൊക്കെ പറഞ്ഞു. ഞാൻ വെള്ളത്തിൽ കൊണ്ട് വിളിച്ചു പറഞ്ഞു, മുങ്ങുന്നതിന് മുമ്പ് വെട്ടര് നരകത്തിൽ പോകും, മുങ്ങിയിട്ട് വെട്ടിക്കോ സ്വർഗത്തിൽ പോകും. ഹല്ലേലൂയ. കൃപയാൽ മുങ്ങി പൊങ്ങി അവിടെ ആരെയും കണ്ടു. പിശാചിന്റെ അവസാനത്തെ അടവാ. വീട്ടിന്റെ മുമ്പിൽ ഇരിക്കുന്ന സ്വിമ്മിംഗ് പൂളിൽ ആ മക്കള് തലയും കുത്തി പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുങ്ങിയാലും അപ്പനും പരാതിയില്ല, അമ്മയ്ക്കും പരാതിയില്ല. ഒരു ദിവസം ആ സ്വിമ്മിംഗ് പൂളി ഇറങ്ങി കണ്ട് ഞാൻ ഇന്ന് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ നാട്ടിൽ മുഖാൻ പോകാന്ന് പറഞ്ഞു. ഇല്ലാത്ത അവിടെ പ്രശ്നം മൊത്തം വന്നുണ്ടാകും. അപ്പൊ ഇതിലെന്തോ കാര്യമില്ല. ഇന്നലെ വരെ ഇതിനകത്ത് കിടന്ന് മുങ്ങിയിട്ടാരൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നിപ്പോ പിതാവിന്റെ പുത്രനെ ഒരു പ്രാവശ്യം മുങ്ങുന്നതിന് ഇത്രയും വിഷയം ഉണ്ടാക്കണമെങ്കിൽ നിന്നെ പെട്ടെന്നൊന്നും പിശാച് വിട്ടുകൊടുക്കത്തില്ല. മനസ്സിലായോ? എത്ര പ്രായമുള്ളവരോട് ചോദിച്ചാൽ പറയാം, അമ്മച്ചിമാര് പറയും, അയ്യോ കെട്ടിയവൻ അന്ന് പറഞ്ഞ ഡയലോഗ്, നീ മുങ്ങിയിട്ട് കെട്ടുതാലി പൊട്ടിച്ചിനകത്ത് വന്ന നിന്നെ ഉത്തരത്തിൽ കെട്ടി ആര് കെട്ടി ആരും തൂക്കി. ഇതെല്ലാം പറച്ചില്ല, ഒരു ദുഃഖം സംഭവിക്കത്തില്ല. അങ്ങനെ ആമേ കൃപയാൽ ആമേ വിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ആമ ഇറങ്ങി. അയ്യോ അതുവരെ അനുഭവിച്ചൊന്നുമല്ല. വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി കിടക്കാൻ ഇടമില്ല.
താമസിക്കാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വാടകക്കാരൻ വന്നിട്ട് പറഞ്ഞു, വീട് എന്നെ കൊലയ്ക്ക് കൊടുക്കരുത്, വീടൊന്ന് മാറി. ശരി, ഒരു 2 ദിവസത്തെ സമയം തരാം. പ്രിയമുള്ളവരെ, ഒരു ശനിയാഴ്ച ദിവസം ഞങ്ങൾ പറഞ്ഞു, തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് സാധനം പുറത്തിട്ടാലും താക്കോല് തരാം എന്നൊക്കെ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ പറഞ്ഞ് മുമ്പിൽ ഒരു ഞായറാഴ്ച ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസമാണ്. ഞായറാഴ്ച ഞങ്ങൾ ആരാധനയ്ക്ക് പോയി നിറകണ്ണുകളോടെ സാക്ഷി സമയത്ത് എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു, നാളെ വൈകിട്ട് 5 മണിക്ക് താക്കോല് കൊടുക്കണം. എങ്ങോട്ട് പോകും, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലെന്ന് ഞാനും എൻ്റെ ഉമ്മയും അനിയത്തിയും ഒക്കെ കണ്ണുനീരോടെ സാക്ഷ്യം പറഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്നു. ആരാധന കഴിഞ്ഞു. അച്ചാച്ചന്മാരെല്ലാം അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ, വിശ്വാസ ജീവിതം പോരക്കളമാണ്, പോരാട്ടമാണ്, പതറരുത്, പിടിച്ചു നിൽക്കണം, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ഗ്ലോറി പോയി. അന്ന് പഠിച്ചു തുടങ്ങിയതാ ഞാൻ പെന്തക്കോസ്ത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? 2, 3 നിലയുള്ള അച്ചാച്ചന്മാരുണ്ടായിരുന്നു. ഒരു മുറി ഞങ്ങൾ തുറന്നു തരാമെന്ന് ഒരുത്തനും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നും ഉണ്ടല്ലോ, അമേരിക്കയിലും ഉണ്ടല്ലോ, നാട്ടിൽ നല്ല വീട് വെച്ചിട്ടുള്ളതിരിക്കും. വർഷാവർഷം ചെന്നിറങ്ങി 50,000 രൂപയ്ക്ക് പെയിന്റ് അടിക്കും വരും. പിന്നെ 50,000 രൂപയ്ക്ക് ചെത്തിപ്പറിച്ച് പെയിന്റ് അടിക്കും വീണ്ടും വരും. ഇങ്ങനെ വർഷാവർഷം 50 ലക്ഷം രൂപ ചിലവാക്കി ഇവിടെ വരും. പോകുമ്പോൾ ഇതൊട്ട് കൊണ്ടുപോകും, അതുമില്ല. നല്ല വിശേഷന്മാർ താമസിക്കും, അതുമില്ല. പിന്നെ മറുവശം കൂടെ പറയണം, എല്ലാവർക്കും കൊടുക്കാൻ നോക്കത്തില്ല. കാരണം ഇവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ അവൻ ഇറങ്ങത്തുമില്ല. അത് കാരണം ഇത് എല്ലാ സുവിശേഷങ്ങളൊന്നും അല്ല. അതുകൂടെ പറയണം. 2 കാര്യം. എന്നാൽ യോഗ്യതപ്പെട്ടവർ കൊടുക്കണം കേട്ടോ. സ്തോത്രം. മടങ്ങി വരാം. അപ്പൊ സംഗതി ഈ നിലയിൽ ഒക്കെ അങ്ങനെ അവിടെ ആരുമില്ലാതെ നിന്നപ്പോൾ വിധവയായ ഒരു അമ്മച്ചി, ലളിതമ്മച്ചി എന്ന് പറയും, വിധവയാ, മക്കളും ഒന്നുമില്ല, വന്നിട്ട് പറഞ്ഞു, എൻ്റെ മക്കളെ എൻ്റെ കൂടെ താമസിക്കുക. എന്തുവാ, ഓല കെട്ടിയ ചെറ്റപ്പന. ആ ചെറ്റപ്പനക്കകത്ത് കൊണ്ടുപോയി സാധനങ്ങളൊക്കെ പറക്കി വെളിയിൽ വിട്ടു. മഴയൊക്കെ കൊണ്ട് എത്ര കസേര പോയി, വൈകിട്ട് എല്ലാം പോയി. ആ ചെറ്റക്കുടിലിനകത്ത് ഞങ്ങൾ താമസിച്ചു. ആരും ദൂത് പറഞ്ഞില്ല, ഒരു പ്രവാചകനും വന്നില്ല. പുസ്തകം തുറന്ന് വായിച്ചപ്പോൾ ഒരു വാചകം കണ്ടു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. അതിന്റെ മർമ്മോ ആഴോ മൂലഭാഷ ഒന്നും നിരക്കാൻ അന്ന് സമയമില്ല. അപ്പൊ ഇതൊക്കെ ഈ എന്തെങ്കിലും ഒരു സൂത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇവ മൂലഭാഷ തപ്പിപ്പോവും. കാര്യം മൂലയിലെങ്കിലും പോയി ഇതൊന്ന് ശരിയാന്ന് വരുത്തിയെങ്കിൽ ഇവനിത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. മര്യാദയ്ക്ക് നാട്ടിൽ വെച്ച് ഉപദേശത്തിന് വേണ്ടി നിന്ന് എത്ര എണ്ണം അമേരിക്ക വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ദർശനമൊക്കെ വേറെ കിട്ടിയത്. അതുവരെ കുഴപ്പമൊന്നുമില്ല. ഈ ഇടയ്ക്ക് ഞാൻ മീറ്റിംഗ് സ്ഥലത്ത് പോയപ്പോൾ ഒരു അമ്മച്ചി കണ്ണാടിയൊക്കെ ഇട്ട് ജീൻസും പാൻറ്റും ഒക്കെ ഇട്ട് വന്നിരിക്കുക. ടിക്കറ്റൊക്കെ ഏകദേശമായി, എന്നാലും ജീൻസും പാൻറ്റും കയറി ഇരിക്കുക. വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, കേരളത്തിൽ നിന്ന് ഇവിടെ വന്നപ്പോഴാണ് ദൈവം എന്നെ ചിലത് പഠിപ്പിച്ചത്. ഞാൻ ചോദിച്ചു, എന്താ പഠിപ്പിച്ചത്? എന്നെ പറഞ്ഞു, എനിക്ക് പ്രായമുള്ളവരോട് വർത്താനം പറയാൻ വലിയ ഇഷ്ടമാണ്. കാര്യം എൻ്റെ കൂട്ടുകാരെല്ലാം ഏകദേശം അപ്പച്ചന്മാർ. പിന്നെ ഇവിടെ എൻ്റെ വിശ്വാസത്തിലെ മമ്മി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ ഒരു കാരണവും മമ്മിയോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. മമ്മി എന്ന് ഞാൻ പറഞ്ഞാൽ ശോഭാൻ്റെ മമ്മി. ഞാൻ തിരുവനന്തപുരത്ത് എവിടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയാലും എത്ര പാതിരാത്രി ആയാലും ഞാൻ ഒരു സ്ഥലത്തും താമസിക്കത്തില്ല. ഞാൻ ഓടിച്ചു വന്ന് മമ്മിയുടെ താമസം, മമ്മി കഞ്ഞിയും പേറും വെച്ച് ഞാൻ വരുന്നവരെ 12 മണി വരെ ബൈബിളും വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. അങ്ങനെ മമ്മിയെടുത്ത് വന്നാൽ ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ അനുഭവങ്ങൾ പറയും. ഇറങ്ങി തിരിച്ച കാലത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കരഞ്ഞ അനുഭവങ്ങൾ. സ്തോത്രം. ഉണക്കക്കപ്പ് പോലും കൊടുക്കാനില്ലാതെ കൊതിച്ച അനുഭവങ്ങൾ. അങ്ങനെയൊക്കെ വില കൊടുത്തതിന്റെ ഫലം ആ തലമുറ ഇന്ന് അമേരിക്കയിൽ ഇരിക്കുന്നതെന്ന് അങ്ങനെയുള്ള അനുഭവത്തിൽ വന്നവരാണ് വിശ്വാസ ജീവിതത്തിലെ അനുഭവം. എനിക്കിത് ഇവരെയൊക്കെ അനുഭവങ്ങൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ അമ്മച്ചോട് വർത്താനം പറയുമ്പോൾ അമ്മച്ചി പറഞ്ഞു, എൻ്റെ ദർശനമൊക്കെ മാറ്റി. എന്താ, ഞാൻ നാട്ടിൽ വെച്ച് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഈ ആരാധനയ്ക്ക് വെള്ള ധരിച്ചേ പറ്റൂ എന്നൊക്കെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പിന്നെ മാറി ഇവിടെ വന്നപ്പോൾ അത് ദൈവം അങ്ങ് മാറ്റി. ഇപ്പൊ വെള്ള ധരിക്കണമെന്ന് ദൈവാസന്മാരും ഉപദേശമാക്കിയിട്ടൊന്നും ഇല്ല. ഉണ്ടോ? ഇല്ല. പിതാക്കന്മാരുടെ കാലത്ത് അങ്ങനെ ഒരു വേർപാട് സൂക്ഷിച്ചു. ഈ വേർപാടെന്ന് പറഞ്ഞ സാധനം ഇന്ന് പലർക്കും അറിയാത്തതാണ്, ചിലത് നീക്കാൻ പലർക്കും പറ്റാത്തത്. വേർപാട് എന്താന്ന് പഠിപ്പിക്കണം. അത് അറിയാത്തത് കൊണ്ടാണ് വിഷയം. എല്ലാം ഉപദേശമാക്കിയൊന്നും അല്ല നമ്മുടെ അപ്പച്ചന്മാര് പഠിപ്പിച്ചത്. ഉപദേശമാക്കി ആവശ്യമില്ലാത്ത കാര്യത്തൊന്നും അവർ ഉപദേശമാക്കി പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ വേർപാട് എന്താന്ന് അന്ന് മനസ്സിലാക്കിയ ജനം സ്വയമേ ചിലത് ത്യജിക്കാൻ തയ്യാറായിരുന്നു. അതിന്റെ ഫലമായിരുന്നു ആദ്യമകാലത്തെ പെന്തക്കോസ്തിന്റെ ചില അനുഭവങ്ങൾ. അത് മനസ്സിലാക്കിയാണ്. പോട്ടെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഏതായാലും ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്താ മാറി? അമ്മച്ചി പറയാ, ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം അങ്ങ് ഇടപെട്ട് പാസ്റ്ററെ. എന്നിട്ട് തമ്പുരാൻ പറഞ്ഞു, എടി അങ്ങോട്ട് നോക്ക്. ഞാൻ അങ്ങോട്ട് നോക്ക്. എന്തുവാ? പച്ച. ഇങ്ങോട്ട് നോക്കടി. ഇങ്ങോട്ട് നോക്ക്. എന്തുവാ? മഞ്ഞ. അങ്ങോട്ട് നോക്കടി. എന്തുവാ? ചുവപ്പ്. ഇങ്ങോട്ട് നോക്കടി. എന്തുവാ? നീല.
എന്നിട്ടൊരു ചോദ്യം, ഇതൊക്കെ ആരാ ഉണ്ടാക്കിയേ? ഓ എന്റെ പാസ്റ്ററേ, എന്റെ പാസ്റ്ററേ ഞാനങ്ങ് വല്ലാതായിപ്പോയെന്ന് പറഞ്ഞു. അന്ന് തൊട്ടാണ് എന്റെ ആ പ്രശ്നം മാറിയതെന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ ഉടനെ പറഞ്ഞു, ഇനി വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേ അമ്മച്ചി, അങ്ങോട്ട് നോക്കേ ബാറ്, ഇങ്ങോട്ട് നോക്കേ കള്ളിഷാപ്പ്, അങ്ങോട്ട് നോക്കേ പബ്, ഇങ്ങോട്ട് നോക്കേ ക്ലബ്. ഇതൊക്കെ തമ്പുരാൻ ഉറങ്ങിയപ്പോ ഒന്നാണോ? ഇതല്ല. അതുകൊണ്ട് വല്ലപ്പോഴും ഇവിടെ എല്ലാം ഒന്ന് കയറി അര ക്ലാസ്സൊക്കെ അടിച്ചു പോകുന്നവരെ എന്നോട് കേട്ടില്ല. ചിലർക്ക് അമേരിക്ക വന്ന് കഴിഞ്ഞപ്പോഴാണ് ചിലർക്ക് പുതിയ വെളിപ്പാടെന്നൊന്നും ഞാൻ പറയത്തില്ല, വെളിവുകേട് എല്ലാം കിട്ടിയത്. വെളിപ്പാടൊക്കെ പുസ്തകത്തിലെ കാര്യമാണ്, വെളിവുകേടൊക്കെ കിട്ടിയത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കൃപയാൽ ആമേൻ ഇറങ്ങി തിരിച്ചു. ആ അമ്മച്ചി വീട്ടിൽ കൈക്കൊണ്ടു. ആ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ജാതി നീങ്ങിപ്പോത്തില്ലെന്നുള്ള വചനം ഹൃദയത്തിനകത്ത് തട്ടിയപ്പോൾ ഞാൻ ഉമ്മായും അനിയത്തിയും പറഞ്ഞു, നമുക്കൊന്ന് ഉപവസിച്ചാലോ എന്ന് ചിന്തിച്ച് അങ്ങനെ ഞങ്ങൾ ആരും പറയാതെ ദൈവസഭ ഉപവാസം എടുക്കാൻ തുടങ്ങി. 3 ദിവസം ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ച് ആമേൻ 3-ാം ദിവസമായിട്ടും മറുപടി ഒന്നുമില്ല. അങ്ങനെ ആ കട്ടിലെ 3-ാം കർത്താവേ 3 ദിവസം ഉപവാസമായല്ലോ, ഇനി എങ്ങോട്ട് എങ്ങനെ ചെയ്യണം എന്നറിയാതെ ദൈവസഭ നെടുവേർപ്പിട്ട് കിടക്കുമ്പോൾ ആ ചെറ്റപ്പറയ്ക്കകത്ത് ഒരു പേപ്പർ കഷ്ണം ചുരുട്ടി വെച്ചിരിക്കുന്ന കണ്ടു. കിടന്ന കിടപ്പിൽ തന്നെ അതിനെ വലിച്ചെടുത്തു. ഇങ്ങനെ തുറന്നു വായിക്കുമ്പോൾ പേപ്പർ കട്ടിങ്ങിന്റെ ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: റോമൻ കത്തോലിക്ക പുരോഹിതൻ ക്രിസ്ത്യാനിയായ കഥ. ഒരച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ റോമൻ കത്തോലിക്ക പുരോഹിതൻ ക്രിസ്ത്യാനിയായ കഥയെന്ന് കണ്ടപ്പോൾ എന്റെ ഉള്ളിൽ ഒരു ചിന്ത, റോമൻ കത്തോലിക്ക പുരോഹിതൻ ക്രിസ്ത്യാനിയായി. അപ്പൊ റോമൻ കത്തോലിക്ക പുരോഹിതൻ ക്രിസ്ത്യാനി അല്ലേ? അപ്പൊ ഇത് എനിക്ക് വായിക്കാനൊരു ആവേശമുണ്ടായി. അന്ന് രാത്രി ആ പുസ്തകം ഞാനങ്ങ് വായിച്ചു തീർത്തു. അത് മാർഷലിൻ ജെ മൊറൈസ് എന്ന് പറഞ്ഞ ഒരു അച്ഛന്റെ അനുഭവ സാക്ഷ്യമായിരുന്നു. ഇന്ന് അദ്ദേഹം ഫ്ലോറിഡയിലുണ്ട്. ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. സ്തോത്രം. പരസ്യോഗത്തിന്റെ വിത്ത് എന്റെ ഹൃദയത്തിൽ ആദ്യം ഇടുന്നത് ആ ദൈവദാസന്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ചെയ്യുന്ന പരസ്യോഗമാണ്. ഇവിടുന്ന് അമേരിക്കയിൽ പോയാലും പരസ്യോഗം 2016 പരസ്യോഗവും മുറ്റത്തെ കൺവെൻഷനും, പണ്ടപ്പച്ചന്മാർ ചെയ്തതുപോലെ മുറ്റത്തെ കൺവെൻഷനും ചെയ്യാനുള്ള പ്ലാനിങ് എല്ലാം റെഡിയാക്കിയിട്ടിരിക്കുക. കുട്ടനാട്ട് ബോട്ടിനകത്ത് പരസ്യോഗം ചെയ്യാനുള്ള ഡേറ്റ് എല്ലാം ക്രമീകരിച്ച് വെച്ചേക്കുക. സ്വത്രം. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ അച്ഛന്റെ സാക്ഷ്യം ഒടുവിൽ അദ്ദേഹത്തിന്റെ നമ്പരും കണ്ട് ഞാൻ പെട്ടെന്ന് ഫോണിൽ ആ നമ്പറിൽ വിളിച്ചു. ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അച്ചോ ഞാൻ ഒരു സഹോദരനാണ്, വളരെ പ്രതിസന്ധിയിലിരിക്കുക, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചതാ. പിന്നെന്താ കുഞ്ഞെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചു. സ്തോത്രം. ആമേൻ. അടുത്ത ദിവസം ഈ നമ്പറിൽ അദ്ദേഹം തിരിച്ചു വിളിച്ചു. അത് ലളിതാമ്മച്ചിയുടെ നമ്പറാണ്. വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ എന്നെ വിളിച്ച മോൻ അവിടെ ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ രാത്രി ദൈവാത്മാവ് എന്നെ ഉറക്കിയില്ല. കഴിഞ്ഞ രാത്രി ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. നിങ്ങളെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണമെന്ന് ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വണ്ടിക്ക് നിങ്ങൾ പോരാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അടുത്ത വണ്ടിക്ക് ഞങ്ങൾ കയറി. ഞങ്ങളെ രഹസ്യമായി 1 വർഷത്തോളം തിരുവല്ലയിൽ കോഴഞ്ചേരിയുടെ പ്രദേശത്തേക്ക് ആ ദൈവദാസൻ ഞങ്ങളെ കരുതുവാനിടയായി. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ കൂടെ പെട്ടിയും പിടിച്ച് നടന്ന അനുഭവമേ വിശ്വാസത്തിൽ എനിക്ക് പഠനമുള്ളൂ. ഞാൻ വേറെ എവിടെയും പോയി പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. ആ ദൈവദാസന്റെ കൂടെ നടന്ന് പരസ്യോഗത്തിന്റെ വിത്തിന്റെ ഉള്ളിൽ വീണു. കവലയിൽ പാടാനും പ്രസംഗിക്കാനും ഒക്കെ ഉള്ള വലിയൊരു നാണക്കേടൊക്കെ ഒഴിവായി. അങ്ങനെ എൻ്റെ ഉള്ളിൽ ആവേശത്തോടെ ശുശ്രൂഷാ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് സ്വന്തം നാട്ടിലേക്ക് ജനിച്ചു വളർന്ന അതേ നാട്ടിൽ തന്നെ കടന്നു വന്നു. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നെങ്കിലും അതിന്റെ നടുവിൽ സ്വന്തം പേരിൽ സ്വന്തം നാട്ടിൽ കഴിഞ്ഞ 13 വർഷമായി സുവിശേഷകനായി ജീവിപ്പാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 13 വർഷം എൻ്റെ നാട്ടിലെ തെരുവിൽ നിന്നിട്ട് ഞാൻ കേൾക്കാത്തത് 2 മാസം അമേരിക്ക വന്നപ്പോൾ കേൾക്കേണ്ടി വരിക. പലർക്കും സഹിക്കുന്നില്ല. മനസ്സിലാവുന്നു. പലതിൻ്റെയും കഞ്ഞുകൂടി മുട്ടുക. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ന്യൂയോർക്കിൽ പ്രസംഗിച്ചതാണ് വലിയ ബോംബായി പോയത്. കാര്യം അവിടെ ചില വീഡിയോ ഒക്കെ ഞാൻ പ്രൊജക്ടറിൽ കാണിച്ചു. അപ്പോഴത്തേക്ക് ദൈവദാസന്മാരെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തു, ഇനി ഇവിടെ ആവശ്യമില്ലാത്ത ഒരെണ്ണത്തെ ഇറക്കരുത്. ഇനി ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാവരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിട്ട് ഇനി ഇത്തരത്തിലുള്ളവന്മാർ ഇവിടെ ഇറക്കാവുള്ളതെന്ന് പറഞ്ഞ് ദൈവദാസന്മാരെല്ലാം എന്ത് ചെയ്തു? ഒരു യൂണിറ്റ്. ന്യൂയോർക്കിൽ വലിയ ചലഞ്ചായിട്ടുണ്ടോ മീറ്റിംഗ്. മാറ്റം വന്നു. ഇത് കണ്ടപ്പോൾ പലരുടെയും കഞ്ഞുകുടി മുട്ടി. ഇപ്പൊ എന്നെ ഒതുക്കാനുള്ള കളിയാ നടന്നുകൊണ്ടിരിക്കുന്നത്. അവന്റെ കയ്യേ ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഒതുങ്ങുന്ന വകുപ്പല്ലേ. മനസ്സിലാവുന്നുണ്ടോ? തലയിൽ ഈ മുടിനാഴ ഒരെണ്ണം താഴെ വീഴണമെങ്കിൽ എന്റെ ദൈവം അറിയാതെ നടക്കും. പിന്നെ ചാകുകാര് അതിപ്പോ തേങ്ങ വീണാലും
യുദ്ധം ചെയ്ത് പട്ടാളക്കാരനെല്ലാം അവിടുന്ന് രക്ഷപ്പെട്ട് വെടിയുണ്ടെന്ന് വന്ന് നാട്ടിൽ വന്ന് തേങ്ങ വീണ് എത്രണ്ടായി. ഇവിടുന്ന് 16 മണിക്കൂർ അന്തരീക്ഷത്തിൽ കൂടെ പോവുക. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നാൽ തീർന്ന് ആര് പിടിക്കാൻ കഴിയും? 16 മണിക്കൂർ 18 മണിക്കൂർ ആകാശത്തൂടെ പോയി എത്തിയെങ്കിൽ പറയത്തി സംരക്ഷിക്കുന്നത് തമ്പുരാനല്ലയോ അല്ലേ? നോക്ക് ഇപ്പൊ പ്രസംഗിച്ചോണ്ടിരുന്നപ്പോ ആണ് ഇലക്ട്രിക് അതാ അടിച്ചുപോയി. വല്ല ഉറപ്പുണ്ടോ? പോയി. ഇതുപോലെ ആകാശമണ്ഡലത്തിൽ കൂടെ പറക്കുക, ഏതെങ്കിലും ഒരു സിഗ്നൽ ഒന്ന് പോയാൽ തീർന്നില്ലേ? കരുതിയത് ദൈവമല്ലേ? ആ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് രക്ഷിക്കപ്പെട്ടവന് ആദ്യം അകത്തൊരു ബോധം വേണം. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മിനിമം അത്രയും ബോധമെങ്കിലും വേണം. ആ തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എന്റെ ജീവിതത്തിൽ ഒരു രോഗം വരുന്നു, എന്റെ ദൈവം അറിയാതല്ല വരുന്നു. തമ്പുരാൻ ഉറങ്ങിക്കിടന്നിട്ടല്ല വന്നു. എന്റെ കുടുംബത്തിൽ പ്രതികൂലം വന്നോ, എന്റെ ദൈവം അറിയാതല്ല വന്നു. അപ്പൊ തിരിച്ച് ചിന്തിക്കണം, എന്റെ ദൈവം അറിഞ്ഞിട്ടും ഇത് അനുവദിച്ചു കൊടുത്തെങ്കിൽ അതിന്റെ പിന്നിൽ എന്റെ കർത്താവിന്റെ ഒരു ഉദ്ദേശവും അതെന്റെ ദൈവം വെളിപ്പെടുത്തുന്നവരെ ഞാൻ സ്തോത്രത്തോടെ പോണം. ഇത്രയേ ഉള്ളൂ വിശ്വാസ ജീവിതം. അല്ലാതെ 100 ചോദ്യം കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, എന്നെ വേണ്ടായോ, 100 ചോദ്യം അങ്ങോട്ട് ചോദിക്കും. എന്നിട്ട് ചർച്ച വന്ന് പാടും, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. തമ്പുരാൻ അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ആ ദൈവം അറിഞ്ഞിട്ട് അനുവദിച്ചു കൊടുത്തെങ്കിൽ അതിന്റെ പിന്നിൽ എന്റെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അത്രയും പറഞ്ഞ് സ്തോത്രത്തോടെ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതെ പിന്നെ അതിന്റെ കാര്യകാരണം അറിയാൻ തത്തയും കൊണ്ട് നടക്കുക. തത്ത മാറി ഇപ്പം ബൈബിളായി. ബൈബിളും കൊണ്ട് നടക്കുന്നവരെല്ലാം വിളിച്ചു കയറ്റി ഇതിന്റെ കാര്യകാരണം അറിയണം. അങ്ങോട്ട് ഇതിനൊക്കെ പോന്നെ സ്തോത്രം. ഇതാണ് കൃപയാൽ നിലനിൽക്കാൻ കർത്താവ് സഹായിച്ചു. അതാണ് സാക്ഷ്യം. ഇന്ന് വിവാഹിതനാണ്. ഒരു ഭാര്യയും 2 മക്കളുമുണ്ട്. ഭാര്യയുടെ പേര് സുനിത. 2 പെൺകുഞ്ഞുങ്ങള്, അലീന എന്നാണ് പേര്. മൂത്തത് 4ാം ക്ലാസ്സിലും ഇളയത് 3ാം ക്ലാസ്സിലുമായിട്ട് പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ഭാരമൊന്നുമില്ല. എനിക്ക് ശേഷം പുസ്തകം പഠിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. കാരണം പരസ്യമുഖത്തിൽ തെരുവിൽ പാടാൻ വരുന്ന എൻ്റെ ഇളയ മോളാണ്. അവള് പാടിക്കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ മൈക്കെടുക്കുമ്പോൾ അവള് ട്രാക്റ്റും ബൈബിളും ഒക്കെ ആയിട്ടും കൊടുത്തോളും. അതുകൊണ്ട് പെണ്ണാണെന്നുകൊണ്ട് ഒക്കത്തില്ലെന്നൊന്നുമില്ല. നേരെ വളർത്തിയ പെണ്ണായാലും ആണായാലും ഒക്കും. ശ്ലോകം. അപ്പൊ അതുകൊണ്ട് ആ നിലയിൽ കൃപയാൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുള്ള ബന്ധത്തിൽ ആരാധനയ്ക്ക് കടന്നു പോകുന്നു. അതിനപ്പുറത്ത് അതിന്റെ മേലാളന്മാരെ ഒന്നും പലരെ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ബന്ധവും ആരാധനയ്ക്ക് പോകുന്നു ഉള്ളതേ ഉള്ളൂ. പിന്നെ അത്രയും പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ നിങ്ങൾ അവിടുത്തെ സൂപ്പർ സെന്റർ ആരാധന എനിക്ക് ഒരു പിണ്ണാക്കും അറിയും. ഒരുവിധം ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ഞാൻ കൈ കൊടുക്കും. അല്ലാതെ ഈ ഇരട്ടത്താപ്പം കൊണ്ട് നടക്കുന്നവനെ ഒന്നും ഞാൻ കൈ പോലും കൊടുക്കുക എനിക്കൊണ്ട് അറിയുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ചോദിച്ചാലും ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ IPC ആണ്. സഭാ പാസ്റ്റർ ബിജു അലോഷ്യസ് പടപ്പക്കരയാണ്. കൃപയാ സഭയും പാസ്റ്ററും സഭാ പാസ്റ്ററും സഭയും വിശ്വാസികളും എനിക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത്രയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നയോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം. നമുക്ക് വചന ചിന്തയിലേക്ക് വരാം. ഇന്നലെ നമ്മൾ ചിന്തിച്ച വിഷയത്തിൽ നിന്നും ചിന്ത തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ഉൽപ്പത്തി മുതൽ നമ്മൾ തുടങ്ങി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ചരാചരങ്ങൾ ഇഴജാതി, മൃഗജാതി, കന്നുകാലി, പർവ്വജാതി, നാൽക്കാലി അനന്തരം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിൽ അവരെ ആക്കി വെച്ചു. എന്നാൽ സർപ്പം അവരെ ഉപായത്താൽ എന്ത് ചെയ്തു? സാധിച്ചു. അതിന്റെ കാര്യകാരണം ഞാൻ ഇന്നലെ പറഞ്ഞു. ഇന്ന് പറഞ്ഞ സമയം കളയുന്നില്ല. ചതിക്കപ്പെട്ടു പാപം ചെയ്ത മനുഷ്യനെ രക്ഷിപ്പാൻ തമ്പുരാൻ രക്ഷാ പദ്ധതികൾ മുന്നോട്ട് വെച്ചു. നോഹയുടെ പെട്ടകം. അവിടെ നിന്ന് എന്ത് ചെയ്തു? പ്രമാണം കൊടുത്തു. അവിടെ നിന്ന് എന്ത് ചെയ്തു? പ്രവാചകന്മാരെ. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനെ പിന്നെയും പുറകെ നടന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലേ, നീ ഒന്ന് മടങ്ങി വാ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാന്റെ സ്നേഹം പിന്നെയും പിറകെ വന്നു. എന്നിട്ടും മത്സരികളായ ജനം എന്ത് ചെയ്തില്ല? മടങ്ങി വന്നില്ല. മടങ്ങി വരാത്ത ജനത്തിന്റെ മുമ്പിൽ സ്വർഗം തന്റെ രക്ഷയുടെ മാസ്റ്റർ പ്ലാനിങ് വെളിപ്പെടുത്തി. അല്ലേ? യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700-750 വർഷത്തിൽ പരം മുമ്പ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഓക്കെ, അവിടെ പ്രവാചക ശബ്ദം 700 വർഷം മുമ്പ് കന്യക ഗർഭിണിയായ ഒരു മകന്. അപ്പൊ പ്രവാചകൻ, ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകൻ 700 വർഷം മുമ്പ് മോനെ എന്ന് പറഞ്ഞാൽ അത് മോന. പ്രസവിച്ചപ്പോ മോളായില്ല. അയ്യോ, ഇന്ന് പലരും 6 മാസമുള്ള പറയും, മോനാകട്ടോ, പ്രസവിച്ചപ്പോ മോളാ. കയ്യിൽ പോയി എത്ര. അപ്പൊ അങ്ങനെ കറക്കി കുത്തുന്ന വകുപ്പല്ല വേദപുസ്തകത്തിലെ പ്രവാചകൻ. കൃത്യമായിരിക്കും കാര്യം പറയും.
അപ്പൊ അങ്ങനെ പ്രവാചക ശബ്ദം മുഴങ്ങി കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ചു. 300 വർഷം പിന്നിട്ടപ്പോൾ മീഖാ പ്രവാചകൻ വന്നു. മീഖാ പ്രവാചകൻ വന്നിട്ട് ആ പഞ്ചായത്തും വില്ലേജും കൂടെ അങ്ങ് വെളിപ്പെടുത്തി അല്ലേ, ബത്ലഹേം എന്ന ഗ്രാമത്തിൽ എഫ്രാത്ത് എന്ന് പറഞ്ഞ വില്ലേജിൽ തന്നെ ജനിക്കുമെന്നൊക്കെ പറഞ്ഞങ്ങനെ 100 കണക്കിന് പ്രവചനങ്ങളുടെ നിവർത്തിയായി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ബത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. ക്ലിയർ? 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച കർത്താവ് കാനാവിലെ കല്യാണ നാളിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് പ്രവർത്തിക്ക് ആരംഭം കുറിച്ചു. അല്ലേ? അങ്ങനല്ലേ? എനിക്ക് അറിയാം പാസ്റ്റർ. കാനാവിലെ കല്യാണ നാളിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയ കാര്യമല്ലയോ? അമ്മ അവിടെ ഉള്ളോണ്ടാ. ഏതാ അമ്മ അവിടെ ഉള്ളോണ്ടാ, ഇല്ലെങ്കിൽ അവിടെ വീഞ്ഞു അമ്മയല്ലേ അവിടെ മധ്യസ്ഥം വഹിച്ചത്. ഇങ്ങനെ ചിലരുടെ വാദം. ഉലകത്തിലുള്ള ഏതെങ്കിലും ബൈബിളിൽ അമ്മ മധ്യസ്ഥം വഹിച്ചതായി ഒരു വാക്യം ഉലകത്തിലുള്ള ഏതെങ്കിലും ബൈബിളിൽ കാണിച്ചു തന്നാൽ ഷമീർ ഇന്ന് പെന്തക്കോസിനോട് ടാറ്റ പറഞ്ഞ് നിങ്ങളുടെ കൂടെ വരാം. എന്താ ഞാൻ പറയുന്ന പോലാണോ പുസ്തകത്തിലൊക്കെ? നിങ്ങൾ ശ്രദ്ധിച്ചോ? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാ സംഗതി കിടക്കുന്നത്. ഒന്ന് നോക്കിക്കോ, അങ്ങനാണോ എന്ന് വായിച്ചേ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. അങ്ങനാണോ? യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആണോ? അമ്മ അവിടെ പറഞ്ഞേ ഉണ്ടായിരുന്നു. മറക്കരുത്, മനസ്സിൽ കിട്ടണം. ഉണ്ടായിരുന്നു. അടുത്ത വാക്ക്, യേശുവിനെ ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചു. അപ്പൊ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാര് ക്ഷണിച്ചിരുന്നു. 2 വാക്ക് മനസ്സിൽ കിട്ടണം. അവർക്ക് വീഞ്ഞ് പോരാതെ വരികയാൽ അവന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ മോനോട് പറഞ്ഞത് ബൈബിളിൽ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, അമ്മ മോനോട് പറഞ്ഞത് ബൈബിളിൽ ഉണ്ട്. എന്നാൽ അമ്മയോട് ആരെങ്കിലും വന്ന്, ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, പരിശുദ്ധ മാതാവേ, ആകാശരാജ്ഞിയെ, ഞങ്ങൾക്ക് വീഞ്ഞില്ല, മോനോട് ഒന്ന് പറ എന്നൊരു വാക്യമുണ്ടോ? അമ്മ മോനോട് പറഞ്ഞത് ഉണ്ട്. ആരെങ്കിലും അമ്മയെ മധ്യസ്ഥയാക്കിയതായി വാക്യമുണ്ടോ? ഇല്ലല്ലോ. അതെന്നെ ഞാനും പറഞ്ഞു. ആരും അവിടെ അമ്മയോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കിടവിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് മോനോട് ഒന്ന് പറ എന്ന നിലയിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാക്ക് വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും നിലയിൽ അമ്മയെ മധ്യസ്ഥയാക്കിയതായിട്ടൊരു വാക്യം പുസ്തകത്തിൽ ഇല്ല. അപ്പൊ അടുത്തൊരു ചോദ്യം വരും, അതിപ്പം പറയാതെ എങ്ങനെ ആ ഭാഷ അറിയില്ല? ആരെങ്കിലും പറഞ്ഞു കാണുമല്ലോ. പറയാതെ അറിയാം. അതിന്റെ തെളിവാണ് അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അമ്മയ്ക്ക് കുറവറിയാം. ക്ഷണിക്കപ്പെട്ടു വന്ന യേശുവിനോട് പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പൊ അടുത്തൊരു ചോദ്യം വരും, പറയാതെ യേശുവിന് അറിയാലോ, യേശു ദൈവമല്ലേ, അറിയാം. പക്ഷെ അത് അറിയാവുന്ന ഒരാളെ അവിടെ ഉള്ളൂ. ആരാ? അവിടെ കൂടിയിരിക്കുന്ന ആർക്കും അറിയത്തില്ല യേശു ദൈവപുത്രനാണെന്ന്. കാരണം അന്ന് വരെ കർത്താവ് അത്ഭുതം ചെയ്തിട്ടില്ല. അത് വെളിപ്പെട്ട് കിട്ടിയ ഒരാളെ അവിടെ ഉള്ളൂ, അമ്മ. അതുകൊണ്ടാണ് അമ്മ മോനോട് കാര്യം പറഞ്ഞത്. അത് അവിടെ ആരും അമ്മയോട് മധ്യസ്ഥം വഹിച്ചില്ല. വഹിക്കണമെങ്കിൽ യേശു അത്ഭുതം ചെയ്തവനാണെന്ന് ജനത്തിന് അറിഞ്ഞെങ്കിലല്ലേ യേശുവിനോടൊന്ന് പറ. കാര്യം അവനെ കൊണ്ട് പറ്റുമെന്ന് അറിയണം. അത് ജനത്തിന് അറിയില്ലല്ലോ. അപ്പോ കാനാവിലെ കല്യാണ നാളിൽ അത്ഭുതം ചെയ്ത് കഴിച്ചപ്പോഴാണ് ജനത്തിന് ബോധ്യം വന്നത് ഇവൻ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള. അതുകൊണ്ടാണ് പിന്നെ ഒരിടത്തും ആമെ മുടന്തനെയും കുരുടനെയും ജഗടനെയും ഒക്കെ എല്ലാത്തിനെയും വലിച്ചു വാരി ആരെടുത്ത് കൊണ്ടുവന്നു? യേശുവിനെടുത്തു അല്ലേ? ഇതിന് വലിയ ഡിഗ്രി ഒന്നും വേണ്ട. അതെ. അപ്പൊ അതുകൊണ്ട് അവൻ പച്ചവെള്ളത്തെ വീണാക്കിക്കൊണ്ട് പ്രവൃത്തി ആരംഭിച്ച കർത്താവ് 33 തിരുവയസ്സിൽ മാനവജാതിയുടെ പാവം സ്വന്തം ചുമലിൽ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ ബലക്കളത്തിലേക്ക് നടന്നു കയറി. കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചു, യേശു ക്രിസ്തു തന്റെ പ്രാണനെ കാൽവരിയിൽ മാനവജാതിക്ക് വേണ്ടി യാഗമാക്കി. അരിമത്തേക്കാരായ യോസേഫിന്റെ കല്ലറയ്ക്കൽ അടയ്ക്കപ്പെട്ടു. 3 ആണി കൊണ്ട് യേശു അവസാനിച്ചിരുന്നെങ്കിൽ അടിവരയിട്ട് പറയാം, 3 ആണി കൊണ്ട് അവസാനിച്ചൊരു പ്രവാചകനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല. 3 ആണി കൊണ്ട് എന്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ ഷമീറും സിയാദും നസീറും ഷാജഹാനും റംല തോമസും സൗദാ ബീവിയും പോൾ ഗോപാലകൃഷ്ണനും മജി നാരായണനും ഒന്നും യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങത്തില്ല. എന്തുകൊണ്ട് പാടുന്നു? എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്മനാട്ടും എടത്തുവായും അടഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ടല്ല. ഉലകത്തിലെ സകല കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ ഇതാ പാലസ്തീന്റെ പച്ചമണ്ണിൽ ഒരു കബറിടം ഇന്നും തുറന്നു കിടക്കുകയോ. അവൻ സകല കല്ലറകളിലും അവർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നെഴുതിയിരിക്കുമ്പോൾ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു, അവനിവിടെ ഇല്ല, അവനിവിടെ ഇല്ല, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രസംഗിക്കുന്ന യേശു ഉയർത്തെഴുന്നേറ്റു. 40ഓളം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് ശിഷ്യന്മാർക്ക് ഒരു അന്ത്യ കൽപ്പന കൊടുത്തു. അപേക്ഷയല്ല, യാതനയല്ല, ഓട്, നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി,
പ്രാണനെ തന്നവന്റെ ഓർഡർ. അതാണ് മത്തായി 28:18. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറക്കെ പറ. പുറപ്പെടണം. അവിടെ കുറ്റിയടിച്ചിരുന്നാ പോരാ, പുറപ്പെടണം. അമ്മേ, ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാർപ്പാപ്പ എന്ന് സമുദായക്കാരെ വിശേഷിപ്പിക്കുന്ന ആരെയാ? പത്രോസ്ലീഹയല്ലയോ? ആ പത്രോസ്ലീഹയാകുന്ന ഒന്നാമത്തെ മാർപ്പാപ്പയോട് തമ്പുരാൻ കൊടുത്ത കൽപ്പന, ഓർഡർ എന്ത് ചെയ്യണം? പുറപ്പെട്ടു പോകണം. അല്ലാതെ പതിനാസനം അടിച്ച് ആസനം അടിച്ച് അവിടെ ഇരിക്കാനല്ല പറഞ്ഞു, പുറപ്പെട്ടു പോകണമെന്നാണ്. മനസ്സിലായോ? ആ കസേര പിടിച്ചിരിക്കുക. ഈ കസേരയാണ് ഇപ്പൊ ഇതിനകത്ത് ആകെ കുഴപ്പമാക്കി വെച്ചത്. പിന്നാലെ അപ്പൊ സംഗതി പുറപ്പെട്ടു പോയി എന്ത് ചെയ്യണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, അവിടെ നമ്മൾ ഇന്നലെ നിർത്തിയത്. സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട. അപ്പൊ സ്നാനപ്പെട്ടവൻ എന്തു വേണം? ചിലർ പറഞ്ഞ അങ്ങനല്ല, മുങ്ങിയോ? വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടോ? അതിന്റെ എവിടെ ചെന്ന് കയറിക്കോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ മുങ്ങണമെന്നുള്ളതുണ്ട്. അമ്മേ, മുങ്ങിയിട്ട് എവിടെങ്കിലും ചെന്ന് കയറാൻ പുസ്തകത്തിൽ വകുപ്പില്ല. സ്നാനപ്പെട്ടവൻ ഉപദേശത്തിന്റെ കീഴിൽ നിൽക്കണം. ഉപദേശം അവ വേണമെങ്കിൽ ഉപദേശം ഉള്ളടത്ത് പോയേ പറ്റൂ. പ്രൈസല്ലോ. അല്ലാതെ എവിടെങ്കിലും പോക്ക് നടക്കത്തില്ല. ഈ ഇടയ്ക്ക് ഒരു ന്യൂ ജനറേഷൻ പ്രസംഗകൻ വീഡിയോയിലൂടെ പറയുകയാണ്, രക്ഷ സൗജന്യമാണ്, രക്ഷ ഫ്രീ ആണെന്നൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞേച്ച് വഴി നിൽക്കുന്നവരെല്ലാം പിടിച്ച് പള്ളിക്കകത്ത് കൊണ്ട് കയറ്റി. പള്ളി വന്നു കഴിയുമ്പോ പിന്നെ അവരോട് നിയമമുണ്ട്, നിബന്ധനയുണ്ട്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയാം. അതൊക്കെ വെറും മണ്ടത്തരവാ. ആ ജനത്തെ നമ്മൾ ഫ്രീ ആക്കണം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് കേട്ടാ വലിയ സന്തോഷം. തൊട്ടാ പൊട്ടുന്ന പ്രായത്തിൽ നിൽക്കുന്ന പിള്ളേരോട് ഇതിനകത്ത് ഒരു കുഴപ്പമില്ല, നിങ്ങൾ മറിഞ്ഞോന്ന് പറയാം. അവര് മറിയാൻ തയ്യാറാക്കിയിരിക്കുകയല്ലേ. ഒരു പേരിടണമല്ലേ ഉള്ളൂ, കൂത്ത് മീറ്റിംഗെന്നോ എന്തെങ്കിലും ഒരു പേരിട്ടാ മറിയാവുന്നു. ഇവിടെല്ലാം മറിച്ചില്ല. ഓരോ സ്ഥലത്തൊക്കെ ഓരോരുത്തർ പാടാൻ കയറി ഇവിടെ മര്യാദക്കൊക്കെ പാടി. ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കയറി നിൽക്കുന്ന കാണാം. എന്തുവാ, കുട്ടനാടിന്റെ താടി പോലെ ഒരു കഷ്ണം ചുണ്ടത്തും, ദോശക്കല്ലേ ദോശമാവ് വരത്തിയ പോലെ തലയിലും അങ്ങോട്ട് വെച്ച് പല കോലത്തിൽ നിന്നിട്ട് ഇവര് പാടുന്നത് അറിയാവോ? നിന്റെ രൂപവും ഭാവവും. യേശുവിന്റെ രൂപവും ഭാവവും ഇങ്ങനെ ആയിരുന്നു. ഇതുപോലൊക്കെയാ കർത്താവ് നടന്നത് തോന്നും പാട്ടുകൾ. സ്വത്രമൊക്കെ പോയി. അതായത് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. പ്രൈസ് ദി ലോർഡ്. സംഗതി നോക്കേ. അപ്പൊ ഉപദേശം വേണം. ഈ പുള്ളി പറയുന്നത് അങ്ങനെ വേണ്ട. നിങ്ങൾക്ക് വേദന തോന്നരുത്. രക്ഷിക്കപ്പെട്ടവന് സ്നാനപ്പെട്ടവന് ഉപദേശമുണ്ട്. ഉപദേശത്തിൽ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഉപദേശമുണ്ട് ദൈവസഭയ്ക്ക്. ഞാൻ പിന്നാലെ തെളിവ് സഹിതം വിശദീകരിക്കാം, വചനസഹിതം വാക്യസഹിതം. ഉപദേശമുണ്ട്. രക്ഷ സൗജന്യം അല്ല. ഞങ്ങളൊക്കെ 5000 രൂപ കൊടുത്താൽ രക്ഷിക്കപ്പെട്ടത് ഇന്ന് വരെ ദൈവദാസന്മാരും പറഞ്ഞിട്ടില്ല. നമ്മളാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളൊക്കെ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ 10,000 ആയിരുന്നു. ഇപ്പൊ പിന്നെ 5000 കൊടുത്താൽ രക്ഷിക്കപ്പെട്ട എന്നാരും പറഞ്ഞിട്ടില്ല. രക്ഷ സൗജന്യമാ. ക്രൂശിൽ സ്വന്തം പ്രാണനെ തകർത്തുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയ രക്ഷ അത് സൗജന്യമാ, തർക്കമില്ല. പക്ഷേ രക്ഷ സൗജന്യമാണ്. എന്നാൽ അവ രക്ഷിക്കപ്പെടുന്നത് വരെ നിനക്ക് എങ്ങനെ ജീവിക്കാം? രക്ഷിക്കപ്പെട്ടോ എങ്ങനെ ജീവിക്കാൻ വകുപ്പില്ല. ഇവിടെ നിങ്ങൾ യോഗ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ഇരിക്കുക. ടെക്സാസിലോട്ട് പോകാൻ വേണ്ടി ബസ് വന്നു. ബസ്സിലോട്ട് കയറുന്നതിന് കാശ് കൊടുക്കണോ? കയറുന്നതിന് കാശ് കൊടുക്കണോ? കയറ്റ സൗജന്യമാണ്. കറുത്തവന് കയറാം, വെളുത്തവന് കയറാം, മുടത്തിന് കയറാം, കുരുടന് കയറാം, ചെകിടന് കയറാം, ഹിന്ദുവിന് കയറാം, മുസ്ലിമിന് കയറാം, ക്രിസ്ത്യാനിക്ക് കയറാം, ഏതവനും കയറാം. കയറ്റം ഫ്രീയാ. പക്ഷെ ടെക്സാസിൽ എത്തണോ? 1 ടിക്കറ്റ് എടുക്കണം. വേണ്ടേ? 2 പുകവലി പാടില്ല. 3 കയ്യും തലയും പുറത്തിടരുത്.
അല്ലേ? 4 പെണ്ണുങ്ങളെ മടി കയറി ഇരിക്കരുത്. ഇതൊക്കെ അനുസരിച്ചാൽ നമുക്ക് എവിടെ ഇറങ്ങാം? സമാധാനമായിട്ട് പോയി ടെക്സാസിൽ ഇറങ്ങാം. അല്ല, എന്നെ ഫ്രീ ആയിട്ടല്ലേ കയറ്റെന്ന് പറഞ്ഞ് മടി കയറി ഇരുന്നാൽ ആണുങ്ങൾ അടിച്ചെടുത്ത് വെളി കളയും. എന്താ മനസ്സിലായി? ഉണ്ടെന്നില്ല. കയറ്റ സൗജന്യമാണല്ലോ എന്നും പറഞ്ഞ് ഇതിനകത്ത് വന്ന് എന്തും കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ അടിച്ചെടുത്ത് ദൂരെ കളയുന്നുണ്ടായി. മനസ്സിലാകുന്നുണ്ടോ? സകല സൂത്രവും കാണിച്ച് നടന്നിട്ട് ഞായറാഴ്ച വന്ന് 2 തമ്പേരെടുത്ത് 2 കൊട്ടും കൊട്ടി 2 തമ്പേർ അടിച്ചു പൊട്ടിച്ച് 3ാമത്തെ കുമ്പനാട്ട് പോയി മേടിച്ചെന്ന് പറഞ്ഞാൽ നിന്റെ സൂത്രം വിടാതെ ഒരെണ്ണം ഒരാടി പറക്കുകയല്ല കാഹളം തൊലിക്കും. അമേ, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. ഇത് യേശുക്രിസ്തുവിന്റെ കൽപ്പന. ഇനി 2ാമത്തെ സ്റ്റെപ്പ്, നമ്മളൊരു ഉപദേശ വിഷയം പഠിക്കുന്ന എങ്ങനെയാ? യേശുക്രിസ്തു കൽപ്പിക്കണം, അപ്പോസ്തലന്മാര് ചെയ്യണം, ലേഖനങ്ങളിൽ പരാമർശിക്കപ്പെടണം. അങ്ങനെയാണ് നമ്മൾ ഉപദേശത്തെ സമർത്ഥിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ കൽപ്പനയിൽ ഇതുണ്ട്. ഇനി അപ്പോസ്തലന്മാർ ഇത് ചെയ്തോന്നാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് പരിശോധിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കണം, ഈ കൽപ്പന കേട്ട അപ്പോസ്തലന്മാര് യഹൂദന്മാരെ പേടിച്ച് അവര് വാതിലടച്ചൊക്കെ ഇരുന്നവരാ. പക്ഷേ പിതാവിങ്കൽ നിന്ന് കേട്ട ആ വാഗ്ദത്വം പ്രാപിപ്പാനായി ഇവരെവിടെ കയറി? മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് കയറിപ്പോയി. പെന്തക്കോസ്ത പെരുന്നാൾ ദിനത്തിൽ കൊടിയ കാറ്റടിക്കുന്ന പോലെ ആമേൻ ഒരു മുഴക്കമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. മുഴക്കം കേട്ട് വന്നുകൂടിയ ജനം, ഓ നോക്കണേ, പരിശുദ്ധാത്മാവ് അവൻ തീയെന്നവോ തീനാവ് പോലെ അഗ്നി നാവ് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെയും മേൽ പതിഞ്ഞു. അവർ എല്ലാവരും അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു എന്നാണ് എഴുതിയേക്കുന്നത്, അല്ലേ? അങ്ങനെ ഇവർ എന്ത് പ്രാപിച്ചു? പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു. വാക്കുകൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാം കുറെ കാര്യങ്ങൾ പൊട്ടത്തരമായിട്ട് പഠിച്ചിട്ടുണ്ട്. വിശ്വസിച്ചിട്ടാണ് ഒരാളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കുക, ആത്മനിറവ് പ്രാപിച്ചോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചാൽ അത് ബിബ്ലിക്കലാണ്, അല്ലേ? അങ്ങനെ ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ, ആത്മനിറവ് പ്രാപിച്ചോ? നമ്മൾ ആദ്യം ചോദിക്കുന്നത് അഭിഷേകം പ്രാപിച്ചു. അതെവിടാ ആ ചോദ്യം? പ്രൈസ് ദി ലോർഡ്. അഭിഷേകം എന്ന വാക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതുമായിട്ട് കണക്ട് ചെയ്തല്ല പുസ്തകം പറഞ്ഞിരിക്കുന്നത്. അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിയോഗിക്കുക. ദാറ്റ് മീൻസ് രാജാവായി അഭിഷേകം ചെയ്തു, പുരോഹിതനായി അഭിഷേകം ചെയ്തു, പ്രവാചകനായി അഭിഷേകം ചെയ്യുന്നു. കാര്യത്തിനു വേണ്ടി നിയോഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉണ്ടെന്നില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അതാ ചോദ്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവര് മർക്കോസിന്റെ മാളിക മുറിയിൽ നിന്ന് എന്ത് ചെയ്തു? ആത്മനിറവ് പ്രാപിച്ചു. ആത്മാവ് നിറഞ്ഞവനായി, വളരെ ശ്രദ്ധിച്ചിരുന്നോ? ആത്മാവ് നിറഞ്ഞവനായി ഒരാൾ പ്രസംഗിക്കാൻ രംഗത്തിറങ്ങി. ആരാ? പത്രോസ്. ആത്മാവ് നിറഞ്ഞവനായി പ്രസംഗിക്കാൻ ഇറങ്ങി. സ്വതം ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് ലീഗ ഇറങ്ങി നിന്ന് പ്രസംഗം അങ്ങോട്ട് നടത്തി. ആമേൻ. മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആമേൻ. നിങ്ങളോ അവനെ അറിഞ്ഞില്ല, നിങ്ങൾ അവനെ ക്രൂശിച്ചു കൊന്നു. എന്നാൽ ആമേൻ, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെ ക്രിസ്തു, അല്ലേ? പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ പുസ്തകങ്ങളുടെ പ്രസംഗത്തിൽ അവർ സമർത്ഥിച്ചു പറഞ്ഞൊരു പദമാണ് യേശു തന്നെ ക്രിസ്തു. ഈ ഇടയ്ക്ക് വെളിവുകേടുണ്ടായി. യേശുവും ക്രിസ്തുവും രണ്ടാണ്. യേശു ഒരു പാക്കേജാണ്. ഇപ്പൊ പാക്ക് ചെയ്ത് വീട്ടിൽ ഇരിക്കുക. യേശു പാക്കേജ്. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, യേശുവിനെ ക്രിസ്തു എന്ന വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ആരെ? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എവിടെ ജനിച്ചു? ദൈവത്തിൽ. അപ്പൊ യേശു ക്രിസ്തു രണ്ടാമത് പറഞ്ഞു ആര് ജനിച്ചു? ആര് ജനിച്ചു? അടുത്ത കോൺഫറൻസിൽ വിളിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർക്ക് ഇതൊക്കെ പറയുന്നത് ഇഷ്ടമല്ല. എന്തെല്ലാം കമന്ററിയാണെന്നറിയോ വരുന്നേ? ചിലർ വന്നിട്ട് പറയും, പാസ്റ്ററെ അവരെയൊക്കെ നമ്മള് പഠിച്ചാലേ
ഒരു സമയത്തൊക്കെ ഇവര് നല്ല ശക്തമായി ദൈവവചനം അറിയിച്ചവരാ. ഇപ്പൊ ഇച്ചിരി കുരുത്തക്കണക്ക് ഉണ്ട് എന്ന് കരുതി നമ്മൾ അങ്ങനെ പറയാവോ? ശരിയാച്ചാ, ഇനി മേലാ പറയുന്നില്ല. തിരിച്ച് എനിക്കോടൊരു ഉറപ്പ് തന്നെ ഇങ്ങോട്ട്. എന്താ? ഇനി മേലി പിശാചിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടത്. മനസ്സിലായില്ല? ഒരു സമയത്ത് ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പരിശുദ്ധം പരിശുദ്ധം എന്നൊക്കെ പറഞ്ഞ് ആരാധിച്ച ദൂതൻ അല്ലി വെച്ചാ ലൂസിഫർ ഇച്ചിരി പിശാചായി പോയെന്നും പറഞ്ഞ് ഒന്നും പറയില്ല അച്ഛാ. ചിലപ്പോ മടങ്ങി വന്നാലേ പണ്ട് നീ എന്തായിരുന്നുള്ള നല്ല വിഷയം. കാഹളം മുഴങ്ങുന്ന നിമിഷം നിന്റെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മേപ്പോട്ട് പോകുന്നത്. പണ്ട എന്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു കാര്യമൊന്നുമില്ല. ഇന്നലെ വരെ നീ എങ്ങനെ പ്രസംഗിച്ചു, ഇന്നലെ വരെ നീ എങ്ങനെ ജീവിച്ചു അതല്ല വിഷയം. കാഹളം മുഴങ്ങുന്ന നിമിഷം നിന്റെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാ നീ കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്നു. മനസ്സിലാക്കുന്നുണ്ടോ? ഇനി വേറെ ചില കമന്ററി ഉണ്ട്. നമ്മുടെ ഈ ദുരുപദേശകന്മാരുടെ കാര്യം പറയുന്നതിൽ തെറ്റൊന്നും ഇല്ല. പിന്നെ പേര് പറയുന്നത് അങ്ങ് ഒഴിവാക്കിക്കൂടെ? പേര് പറയുന്നത് ബിബ്ലിക്കലാണോ? ആദ്യം അത് പഠിക്കേ. സഭയോട് പൗലോസ്ലീഹ ലേഖനം എഴുതിയപ്പോ പറഞ്ഞു, ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. പേരല്ലി വെച്ചാ പറഞ്ഞു. എംബ്രേസ് സത്യത്തോട് മറത്തു നിൽക്കുന്നവരാ. പേരല്ലയോ പറഞ്ഞു. ചെമ്പുവലിക്കാരനായ അലക്സാണ്ടർ അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു. ചെമ്പു അഡ്രസ് ഉൾപ്പെടെ പറഞ്ഞു. ചെമ്പുവലിക്കാരനായ അലക്സാണ്ടർ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു. അപ്പൊ ഏതായി നമ്മുടെ പ്രസംഗം? പൗലോസ് പറയുന്നല്ലോ നമ്മുടെ പ്രസംഗം എന്തുവാ? സത്യവചനം, പഥ്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുക. അതാ നമ്മുടെ പ്രസംഗം. പഥ്യവചനം എന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ചു വിടരുത്. ഈ നമ്മളെല്ലാം മലയാളിയാണല്ലോ. ആയുർവേദ മരുന്ന് കഴിക്കുന്നവർക്ക് അറിയാം പഥ്യം അല്ലേ? എന്താ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ അവർ പറയും പഥ്യം നോക്കണം. എന്താ ഇറച്ചി, മുട്ട, മീൻ ഇതൊന്നും കഴിക്കരുത്, പഥ്യമാണ്. ഈ പഥ്യം സൂക്ഷിച്ച് നിങ്ങൾ ഈ മരുന്ന് കഴിച്ചാൽ അത് പ്രയോജനപ്പെടും. വേണമെങ്കിൽ വൈദ്യൻ അറിയാതെ വീട്ടിൽ വന്ന് ചിക്കനും മട്ടനും മീനും എല്ലാം കൂടെ വലിച്ചു വാരി അടിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് കയറി വീർത്തു വരും. ചില ആൾക്കാർ വേണം പറയും, അയ്യോ നന്നായതോടി നീ അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഇവരും ചിന്ത എന്താ? നന്നായില്ല, അവിടെ ആ തട്ടിപ്പോകാനുള്ള വണ്ണമായിരുന്നു. കാര്യം പഥ്യം നോക്കിയില്ല. അപ്പൊ പഥ്യമില്ലാത്ത ഈ വചനം കേൾക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നൊക്കെ നമുക്ക് തോന്നാം, എവിടെ നാശത്തിലേക്ക് പോകാനുള്ളതായിരുന്നു. അപ്പൊ പഥ്യവചനം എന്ന് പറഞ്ഞാൽ ഈ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവന് ഈ ലോകത്തിൽ ചിലത് പഥ്യമാണ്. ആ പഥ്യവചനം, സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നു ആര്? ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണം. കർത്താവ് അവന് തക്കവണ്ണം പകരം നൽകും. എന്റെ വാക്ക് ശ്രദ്ധിച്ചോണം. അപ്പൊ പകരം കൊടുക്കേണ്ട ആരാ? നമ്മൾ ആരും അല്ല പകരം കൊടുക്കുന്നത്. പകരം കൊടുക്കേണ്ട ആരാ? കൊടുക്കുന്നില്ല. നമ്മളാരും ഇതൊന്നും പകരം കൊടുക്കാൻ ഇറങ്ങണ്ട. നമ്മുടെ ജോലിയല്ല. പകരം കൊടുക്കേണ്ട ആരാ? അപ്പൊ ചില പറയാം, അത് ഭാഷയോട് ഞങ്ങളും പറയുന്നു. അടുത്ത വാക്കും കൂടെ കേക്ക്. നീയോ അവനെ സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ പകരം കൊടുക്കേണ്ട ആരാ? സൂക്ഷിക്കേണ്ടതോ? ഇവിടെ ആർക്കെങ്കിലും പിണക്കം വന്നാലോ എന്ന് വിചാരിച്ച പൗലോസ് പേരങ്ങ് ഒഴിവാക്കി. മകനെ തിമോത്തിയോസേ, ലവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നത് കൊണ്ട് നീയും ലവനെ സൂക്ഷിച്ചോണം. യവനെ യവനെ. അപ്പൊ ഇന്ന വ്യക്തി അവൻ ദുരുപദേശകനാണ്, ദുരുപദേശമാണ് പ്രസംഗിക്കുന്നത് എന്ന് ദൈവസഭയെ ബോധ്യപ്പെടുത്തിയിരിക്കണം. എങ്കിലേ അങ്ങനെയുള്ളവന്മാരെ വീട്ടിൽ കയറ്റാതെ നിർത്താനൊക്കത്തുള്ളൂ, സൂക്ഷിക്കാനൊക്കത്തുള്ളൂ. അത് നീ ബോധ്യം വരുത്താൻ തയ്യാറല്ലെങ്കിൽ ഉപദേശി, നീ അറിയാതെ അവൻ നിന്റെ വിശ്വാസം വീട്ടിൽ പ്രാർത്ഥന കൊടുക്കും. ഇവരെയൊക്കെ വിളിച്ചു കയറ്റും, കുടുംബം നാശോടാലിയായി പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇത്ര അനുഭവങ്ങൾ മുമ്പിലുണ്ട്. അതുകൊണ്ട് അവൻ ഉപദേശി അഡ്ജസ്റ്റ്മെന്റ് ഒന്നും കാണിക്കണ്ട. പുസ്തകത്തിന് വേണ്ടിയില്ല, ഒരു ചുക്കും സംഭവിക്കത്തില്ല. നിങ്ങൾ പറയും ചില നമ്മള് പറയാനൊക്കെ ഉണ്ട്. പക്ഷെ ഈ കെട്ടിപ്പറക്കി നടക്കുന്ന കാര്യം ഓർക്കുമ്പോൾ പിന്നെ അങ്ങ് ഉണ്ടായിരിക്കോ പാസ്റ്ററെ, എന്തോ ചെയ്യാനാ സ്ഥലം മാറുമെന്ന്.
മിനിമം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാന്ന് പറഞ്ഞ് അബ്രഹാമെ പുറപ്പെടുവിച്ചിട്ട് തെരുവിൽ കിടത്താതെ വിശ്വാസിയുടെ പിതാവായി അവനെ മാനിച്ച ദൈവത്തെയാണ് ഞാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ ദൈവം എന്നെ കടത്തത്തിലൊന്നൊരു മിനിമം വിശ്വാസം ഇല്ലാത്ത നീ എന്ത് ഉപദേശിയാവൂ? നീയാണോ ഉപദേശി? പിന്നെ നീ എന്തോ ഉപദേശിക്കുന്നത്? മിനിമം അത്രയെങ്കിലും. 2002 ഈ പുസ്തകം കൊണ്ട് ഇറങ്ങി മെഡിക്കൽ കോളേജിന്റെ വരാന്ത ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. 5 ദിവസം ഒരേ ഉടുപ്പിട്ട് മുഷിഞ്ഞിട്ട് 6-ാം ദിവസം ഒരു ഉടുപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. തമ്പുരാൻ എന്നെ തെരുവി കടത്തിയിട്ടില്ല. അവിടെ എങ്ങനെ കിടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഇവിടെ വന്ന് നിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ നീതിയാണ്. 13 വർഷമായല്ലോ വെല്ലുവിളിച്ച് ഞാൻ പീശീനാക്കലും വീഡിയോയിലൂടെ ഞാൻ പ്രസവിച്ചു വെച്ച കാര്യമാണ്. 13 വർഷമായി ഞങ്ങളാ ഷമീർ ഭാഷക്ക് ആഴ്ച അല്ല മാസാമാസം അല്ലല്ല വർഷാവർഷം ഞങ്ങളാ ഷമീർ ഭാഷക്ക് ഇന്ത്യൻ റുപ്പി 100 രൂപയോ അതിൽ കൂടുതലോ ഞങ്ങളാ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇന്ന് വരെ പറയാൻ തന്റെ ഉള്ളവർ, നാളെ ആരെങ്കിലും നന്നായി ഇത് പറയാൻ ഒക്കത്തില്ല, ഇന്ന് വരെ പറയാൻ തന്റെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് വന്നാട്ടെ. രംഗത്ത് നടത്തിയില്ലേ? 2 കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ലേ? കുടുംബം നടക്കുന്നില്ലേ? ആ ദൈവത്തെ എനിക്ക് വിശ്വാസമാണ്. ചിലർക്ക് പേടിയാ. വെളിപ്പാട് ദിവസം ഒന്ന് വായിച്ചാൽ അത് പേടിയൊക്കെ മാറും. എന്താ? ദൈവരാജ്യത്തിൽ കടക്കത്തില്ലെന്നുള്ളവരുടെ കാറ്റഗറിയിൽ ഒരു ഗ്രൂപ്പുണ്ട്. ഏതാ? പീരുക്കള്. കനത്താൻ ജോലി പോകുമെന്ന് പറഞ്ഞ പേടിച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് ഇറങ്ങി നിന്ന് പ്രസംഗിച്ചപ്പോൾ പ്രവൃത്തി 2:37 പ്രവൃത്തി 2:37 ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ആത്മാവ് നിറഞ്ഞവൻ ഇറങ്ങി നിന്ന് പ്രസംഗിച്ചപ്പോൾ ചങ്കത്ത് എന്ത് ചെയ്തു? ഇത് നന്നായി. ഇങ്ങനെ കാണിക്കാൻ പറ്റുമെങ്കിൽ അതാ നല്ലത്. ഇവര് കുനിഞ്ഞിരുന്നാ പിന്നെ കിട്ടത്തില്ല. ഇങ്ങോട്ട് ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ എന്തുകൊണ്ടു? അപ്പൊ ഒരു ചോദ്യം, ആത്മാവ് നിറഞ്ഞവൻ ഇറങ്ങി എന്ന് പ്രസംഗിച്ചാൽ ഇക്കിളിയല്ല ഉള്ളത്, കുത്താവും. ഇത് പുസ്തകത്തിലെ വാക്യമാണ്. ആത്മാവ് നിറഞ്ഞിട്ടാ ഇറങ്ങി നിൽക്കുന്നത്. പ്രസംഗിച്ചപ്പോൾ കേട്ടവന്റെ ചങ്കത്ത് എന്ത് ചെയ്തു? ഇരുവായ്ത്തലയുള്ള വാള് തുളഞ്ഞു കയറി സത്യമച്ച മാംസങ്ങളെ ഓർമ്മിടിക്കും വരെ തുളച്ചു എന്നുന്ന ദൈവത്തിന്റെ വചനം ഹൃദയത്തിനകത്തേക്ക് തുളച്ചു കയറി. രാത്രി ദൈവസഭ അറിയണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ പ്രസംഗിച്ചാൽ ചങ്കത്ത് കത്തി കയറും, മാനസാന്തരം നടക്കും. ഇന്നത്തെ ആത്മീയ വളത്തിന് പറ്റിയ പരാജയം പരിശുദ്ധാത്മാവിന്റെ പേരിൽ വിക്രിയകളും വികൃതികളും കോമാളിത്തരങ്ങളും കാണിച്ചുകൊണ്ട് പയറും തീയും ഒക്കെ അങ്ങോട്ട് ഇറങ്ങി. ചെറുപയറും വൻപയറുമായിട്ട് കുറെ എണ്ണം ഇറങ്ങി. പയർ വീശം. വചനമനുസരിച്ച് ജീവിക്കാനോ നീങ്ങാനോ ഇറങ്ങി തിരിച്ചെങ്കിൽ പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന വാക്ക് പറഞ്ഞത് യേശുക്രിസ്തു ആണെങ്കിൽ എന്തിനാണ് അയക്കുന്നതെന്നും പുസ്തകത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അറിയോ? അതും കൂടെ ഒക്കെ വല്ലപ്പോഴും കാണും. യോഹന്നാന്റെ സുവിശേഷം 14:26 വായിക്കാം. യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26 വേഗത്തിൽ. പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും. എല്ലാരും കാത്തി നിൽക്കുക, ചൂടായിട്ട് നിൽക്കുക. എങ്കിലും നോക്ക, പിതാവിന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ നീ ഉപദേശത്തിരിക്കും. ഇത് വചനമാ. നീ ഉപദേശത്തിൽ നിൽക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. നീ ഉപദേശം വിട്ട് കോമാളിത്തരം കാണിച്ച് കിടന്ന് ഓടി കസകളുടെ മണ്ടേ കയറി ഗ്ലാസും ചെക്കി ചവിട്ടി പൊട്ടിച്ച് ഇവിടെ കിടന്ന് ഉരുണ്ടും മറിഞ്ഞ് തിരുവാതിര കളിക്കുന്നൊന്നുമല്ല. ആമേൻ. തുടങ്ങിയ തെളിയിക്കാൻ അവിടെ ഇന്ന് ബേജാറാണ്ടിരിക്കും. പുസ്തകത്തിനാ പറയുന്നത്. പുസ്തകത്തിൽ ഇത് തിരുത്താൻ തന്നെയോടെ ഉള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടെ വെളുക്ക സംസാരിക്കുക. തിരുത്താം നമുക്ക്.
നോക്ക ഉപദേശിച്ചു തരികയും അടുത്തത് ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഈ ഞാൻ ആരാ? യേശു. യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുമെന്ന്. യേശുക്രിസ്തു പഠിപ്പിച്ചത് ഉപദ്രവിക്കുന്നവരെ അവൻ ശപിക്കാതെ അവനെ അനുഗ്രഹിപ്പിൻ. സഹോദരനോട് വല്ല കയ്പും ഉണ്ടെങ്കിൽ അവൻ നീ യാഗം അർപ്പിക്കാൻ, പുതിയ നിയമസഭയുടെ യാഗം അതിന് ഫലമാകുന്ന സ്തോത്രയാഗം അല്ലെ എന്ന് പറഞ്ഞാൽ നീ സ്വത്ര 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 സ്വത്രോ എന്ന് പറഞ്ഞ അങ്ങോട്ട് പള്ളി വരുന്നതിന് മുമ്പ് സഹോദരനോട് എന്തെങ്കിലും കയ്പുണ്ടെങ്കിൽ നിന്റെ സൂത്രം അവിടെ വെച്ചേച്ച് നീ പോയി അവനോട് നിരപ്പ് പ്രാപിച്ചിട്ട് പിന്നെ വന്ന് എന്ത് ചെയ്യണം? എനിക്ക് യാഗം കഴിക്കണം. ഈ കാര്യം നിന്നെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? കർത്താവ് കൽപ്പിച്ച ഈ കാര്യങ്ങൾ, ഇതൊന്നല്ല, ഈ കാര്യങ്ങൾ നിന്നെ എന്ത് ചെയ്യും? ഓർമ്മപ്പെടുത്തും. അങ്ങനെയാണ് ഇന്നും നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നീ ആരാധനയ്ക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തും. ഇന്ന സഹോദരനോട് നീ അവൻ കൈപ്പായിട്ടിരിക്കല്ലേ, പോയി നിരപ്പ് പ്രാപിക്കെന്ന് പറഞ്ഞ് നിരപ്പ് പ്രാപിച്ചിട്ട് വരും. അതാ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. അല്ലാതെ ഒരു കൈ പോലും കൊടുക്കാൻ പിന്നെ ഇവിടെ ഇപ്പൊ എല്ലാം ഉരപ്പല്ലയോ കാർഡ് ഇതുപോലെ. ഇപ്പൊ കൈ ചിലരുടെ കൈ കണ്ടല്ലേ, ചിലർ സ്വന്തം പറയുന്നുണ്ടോ കാർഡ് ഉരയ്ക്കും, അങ്ങോട്ടും തിരിയരുത് ഇങ്ങോട്ടും തിരിയരുത്, ഇങ്ങനെ കയറ്റി ഇങ്ങനെ എടുത്താല് കാര്യം നടക്കും. ഇതുപോലെ ചിലരുടെ സ്വന്തം ചിലരുടെ സ്വന്തം ഒരു കൈ പിടിച്ച് ഒന്ന് സ്തോത്രം ഒന്ന് ചിരിക്കാൻ മതി, ഒന്ന് ചേർത്ത് പിടിക്കാൻ മതി. വലിയ ഭാഷ നിന്നെ ഓർമ്മപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ അവൻ കർത്താവ് പഠിപ്പിച്ചത് നിന്നെ ഓർമ്മപ്പെടുത്തും. കർത്താവ് പഠിപ്പിച്ച ഉപദേശത്തിൽ നീ നിലനിൽക്കും. അവൻ അല്ലാതെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയും. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കർത്താവ് പഠിപ്പിച്ചത് എന്ത് ചെയ്യും? ഓർമ്മപ്പെടുത്തും. പക്ഷെ ഇപ്പൊ പലരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവ് വന്നിട്ട് പറയും ഗിരിപ്രഭാഷണം ഒന്നും വേണ്ട, യേശു പഠിപ്പിച്ചൊന്നും വേണ്ട, അതേത് ആത്മാവാണോ? ഇവിടെ പറയുന്ന പരിശുദ്ധാത്മാവ് യേശു പഠിപ്പിച്ചത് ഓർമ്മപ്പെടുത്തുന്ന പുസ്തകത്തിൽ ഇവന് കിട്ടിയ ആത്മാവ് പറയുന്നു യേശു അവിടെ പഠിപ്പിച്ചതൊന്നും. മിനിമം ബോധമുള്ളവന് തിരിച്ചറിയണം ഇതൊക്കെ ഏത് ആത്മാവിലായി കിടന്ന് പോകുന്നത്. 14:26 വായിച്ചു. 15:26 വായിക്കും. 15:26 ഇനി സത്യാത്മാവ് വരുമ്പോൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ആരെ കുറിച്ച്? ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഉണ്ടെങ്കിൽ നീ ആരെ കുറിച്ച് പറയും? കർത്താവിനെ കുറിച്ച് പറയും. മനസ്സിലായോ? ദിനം പ്രതി നീ ഇടപെടുന്നവനോട്, കേരളത്തിലാണ് ഞാൻ ഇങ്ങനെ പറയും, ദിനം പ്രതി പാൽക്കാരൻ, പത്രക്കാരൻ, മീൻകാരൻ, അമലുകാരൻ, ആക്രിക്കാരൻ തുടങ്ങി നിത്യജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോരുത്തരോടും നിന്നെ രക്ഷിച്ച പ്രാണനാഥനെ കുറിച്ച് നീ സംസാരിക്കും. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നിന്നെ വിടുവിച്ച രക്ഷകനെ കുറിച്ച് നീ പറയും. നിനക്ക് വേണ്ടി പ്രാണനെ തന്നൊരു യേശുണ്ടെന്ന് നീ പറയും. നിനക്ക് വേണ്ടി അവൻ മരിച്ചെന്ന് നിന്റെ കൂടെ പഠിക്കുന്നവരോട് നീ പറയും. പരിശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞ് അവൻ ഇവിടെ കൂടെ തുള്ളി പറഞ്ഞേച്ച് യേശുവിനെ കുറിച്ച് അണ്ണാക്കിലിട്ട് കുത്തിയാൽ ഒരു സ്വത്രം പറയാതിരിക്കുന്ന നിന്റെ മേലാണോ പരിശുദ്ധാത്മാവ്? അവൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. ഇനി തീർന്നില്ല. 16:8 വായിക്കാൻ. 16:8 അവൻ വന്ന് കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ അടുത്ത പ്രവൃത്തി അവൻ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും അല്ല. അതുകൂടെ പറ. ഈ നമ്മുടെ കുഴപ്പം വേണ്ടുന്നത് അങ്ങ് വീഴുന്നു. മനസ്സിലായോ? ചില പറഞ്ഞു എന്റെ നിമിത്തം, സുവിശേഷ നിമിത്തം അപ്പനെയോ അമ്മയോ വീടോ വസ്തുവോ നിലകളെയോ മക്കളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ 100 ഇതിനിടയ്ക്ക് ഒരു കഷണമുണ്ട്, അതങ്ങ് വിഴുങ്ങി. എന്നറിയാമോ? കണ്ടിട്ടുണ്ടോ? ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ്.
ഈ 100 മടങ്ങ് വേണ്ടവര് കരം ഉയർത്തി സ്വത്രം സ്വത്രം. അല്ലാതെ എന്ത് കേട്ടു ഒന്ന് അടിക്കരുത്. പുസ്തകത്തിലുണ്ടോ എന്ന് നോക്കണം. ഇന്നിപ്പോ പുസ്തകത്തിലൊന്നും വേണ്ട, ഒരു ശബ്ദവും ഒരു ശൈലിയൊക്കെ വന്നിട്ട് പിന്നെ ബാലമംഗളത്തിലെയും ബാലരമേലെയും കഥ പറഞ്ഞാലും അടിക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഒരു ശബ്ദവും ഒരു ശൈലിയൊക്കെ വേണം. ഇടയ്ക്ക് ഒരു ഉപദേശിക്കും പറയും, പത്രോസിന്റെ അമ്മക്ക് പനി പൊടിച്ചു, അവക്ക് ചിക്കൻ കുനിയാണോ ക്യാൻസറാണോ പിന്നെയോ പനിയടിക്കും. പ്രിയമുള്ളവര്, അത് ഫിലിപ്പോസിന്റെ മയമല്ലോ യാക്കോബിന്റെ അല്ലോ പിന്നെയോ പത്രോസിന്റെ. പ്രിയമുള്ളവര്, അവൾ നടക്കുകയല്ല, അവൾ ഓടുകയല്ല, പിന്നെയോ അവൾ കിടക്കുക. എല്ലാം കഴിയുമ്പോ പുള്ളി ഒരു ചിരി എത്തിച്ച്. പറ്റിക്കപ്പെടാൻ പോയിരുന്നു കൊടുക്കൽ. പുസ്തകത്തിലുണ്ടോ നോക്കാം. പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിനെ കുറിച്ചും ആർക്ക്? ലോകത്തിന് ബോധം വരുത്തും. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടോ? അമ്മാമേ, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടോ? ലോകത്തിലോട്ട് ഇറങ്ങി നിന്നേച്ച് മനുഷ്യ നീ പാപിയാണെന്നും ആദാമ്യ പാപത്തിന് നീ അടിമപ്പെട്ടെന്നും പാപിയായ നിന്നെ വിടുവിപ്പാൻ നീതിയായ ക്രിസ്തു വെളിപ്പെട്ടെന്നും അവനിൽ വിശ്വസിക്കാത്തവന് ഒരു ന്യായവിധി ഉണ്ട് എന്നും ലോകത്തോട് വിളിച്ചു പറയുന്നവന്റെ ഉള്ളിൽ പരിശുദ്ധമാവുണ്ട്. അങ്ങനെ ചൂട്ടിക്കൂട്ടി പറഞ്ഞാൽ സുവിശേഷം അറിയിക്കും. മനസ്സിലായോ? ഇനി ആമേൻ. എന്റെ 13-ാം വാക്യം വായിച്ച്, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആണോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ നീ സൂത്രം കാണിച്ച് നടക്കുമെന്നല്ല, സകല സത്യത്തിലും അവൻ നിങ്ങളെ. ഇതൊക്കെ ആ പരിശുദ്ധാത്മാവ് വന്നാൽ ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞു. ഇതിലൊന്നുപോലും നടക്കുന്നുമില്ല. നടക്കുന്നത് മൊത്തം പുസ്തകത്തിലില്ലാത്ത ഉരുളക്കമാണ്. ഇത് ഏത് പുസ്തകത്തിലാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഈ പക്ഷേ അത് അപ്പസ്തോലപ്രവൃത്തി വരാന്ന് ഞാൻ അങ്ങോട്ടല്ലേ വരുന്നത്. അവിടെ നിൽക്ക്, എല്ലാം തെളിയിച്ചട്ടെ പോത്തു. ആമേ, കേക്കണേ. ഇപ്പൊ പുസ്തകത്തിലുള്ള കാര്യം ഇതൊക്കെ ആത്മാവ് വന്നാൽ നിന്റെ പേര് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നടന്നിരിക്കണം. ആമേ, വൃക്ഷത്തെ അങ്ങനെ തിരിച്ചറിയുന്നത് ആത്മാവ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം. ഇറങ്ങി ഇന്ന് കാണുന്നവരോട് പാപത്തെ കുറിച്ച് നീതിയെ കുറിച്ച് ന്യായവിധിയെ കുറിച്ച് ലോകത്തിന് ബോധം വരുത്തുമെന്ന, എന്നിട്ട് നിന്നെ സകല സത്യത്തിനും വഴി നടത്തുമെന്ന. അല്ലാതെ അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിനെ പ്രാപിച്ച് വലിയ വായിൽ അന്യഭാഷയും പറഞ്ഞേച്ച് ബാത്റൂമിൽ കയറി മിസ്കോൾ അടിച്ചും തലേനെ അടി വെച്ച് മെസ്സേജ് അയച്ചും ആരാധനക്കട ആപ്പ് തോണ്ടിയും തോണ്ടലായിരുന്നു. തിരുമേശ അടുത്ത് വരുമ്പോഴും തോണ്ടിട്ട് പറയും, തിരുമേശ വന്നു പിന്നെ വിടത്തില്ല നിന്നെ. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പോയി എന്നില്ല പേരൊന്നും. ആരാധനയുടെ പാട്ട് തുടങ്ങിയ നിമിഷം മുതൽ തിരുമേശയുടെ പ്രസംഗം അവസാനിക്കുന്നവരെ അവൻ ഉപദേശി ബൈബിളിനകത്ത് മൊബൈൽ എടുത്ത് വെച്ചിട്ട് മെസ്സഞ്ചറിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇതുപോലെ തൊട്ടടുത്തിരിക്കുക. ഞാൻ കൂടെ കൂടെ കണ്ണിട്ട് നോക്കിയ എനിക്ക് വരുന്നുണ്ട് ദേഷ്യം. പിന്നെ ഞാൻ അത് വിട്ടെന്നുള്ളത്. അമേ ലേലൂയ. തിരുമേശയുടെ പ്രസംഗം ചെയ്യുന്നവരെ ലേലൂയ. ഇസ്ലാമികളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. വല്ലപ്പോഴും ഇടയ്ക്ക് നമസ്കരിക്കാൻ വെള്ളിയാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ അവന്റെ കട അവധിയാണ്. വെള്ളിയാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ അവൻ വന്ന് പള്ളിക്കകത്ത് കയറി അവന്റെ മൊബൈലും പാലും കീഴും ശാകല കുന്ത്രാണവും വെളിയിലായി. അവൻ നമസ്കരിക്കാൻ കൈ കെട്ടി ഇങ്ങനെ നിന്ന് പുറകെ നിൽക്കുന്നവനെ കഴുത്തു വെട്ടി താഴെ ഇടുന്ന ശബ്ദം കേട്ടാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആശീർവാദം, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സലാം വീട്ടുക എന്ന് പറയും. ഇത് സംഭവിക്കാതെ ഇങ്ങനെ എന്ത് ചെയ്യത്തില്ല, നോക്കത്തില്ല.
അവർ ചെയ്യുന്ന ശരിയോ തെറ്റോ അത് നമ്മൾ പറയണ്ട, എന്തിനാട്ടെ. പക്ഷെ ചെയ്യുന്നതിനോടൊരു ആത്മാർത്ഥം പുലർത്തും. അല്ലേ? ഇതിനകത്തോ ഒരു ഫോൺ വന്ന ഒരാൾ അങ്ങോട്ട് പോയാൽ കൂടെ പോകും, പിന്നെ തിരിച്ചുകൊണ്ടിരിക്കുക കൂടെ കൊണ്ടുവരുന്നത്. അതെ, മനസ്സിലാവുന്നുണ്ടോ? വർഷങ്ങളായി അവന്റെ പ്രമാണത്തിന് അവൻ മാറ്റം വരുത്തിയില്ല. അവൻ പള്ളിക്കകത്ത് കയറി അവന്റെ വേഷത്തിന് അവൻ മാറ്റം വരുത്തിയില്ല. ഈ ഉഗാണ്ടയിൽ പോയാലും അവരുടെ വേഷത്തിനും ഭാവത്തിനും പ്രമാണത്തിനും വള്ളി പുള്ളി മാറ്റം വരുത്തിയില്ല. ഇവിടെ നമുക്ക് അമേരിക്കൻ ഉഗാണ്ടയിലും ഒക്കെ എത്തുമ്പോഴത്തേക്ക് എന്തല്ല മാറ്റങ്ങൾ ആ വചനത്തിനകത്ത് വരുത്തിക്കൊണ്ടിരിക്കും. നിന്നെ ഒന്നും വിടത്തില്ല തമ്പുരാൻ. അമേ അമേ മര്യാദക്ക് നീ മാനസാന്തരപ്പെട്ടു. ആമേ, ഇത് നിന്റെ ലാസ്റ്റ് വണ്ടിയാ. നിന്റെ ഡോളർ കണ്ടൊന്നും രോമാഞ്ചം കൊള്ളുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. നിന്റെ വീട് കണ്ടും കാറ് കൊണ്ടും ഡോളർ കണ്ടും രോമാഞ്ചം കൊള്ളുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. ആമേ. ഉടനെ രാത്രി മടങ്ങി വരണം, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ അമേരിക്കയിലെ ഏറ്റവും വലിയ വിഷയം പലരും പറഞ്ഞു കേൾക്കുന്നത് തലമുറ. എന്തിനാ ഈ പിള്ളേരെ പറയുന്നേ? പിള്ളേരെന്താ പറയുന്നത്? പിള്ളേർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും അവരെ വചനത്തിൽ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുത്ത് വളർത്തുകയും ചെയ്യേണ്ട സമയത്ത് അപ്പനും അമ്മയും പ്രവാചകന്മാർ തിരക്കി നടക്കുന്നു. എനിക്ക് സമയമുണ്ടോ കുഞ്ഞുങ്ങളെ ദൈവവചനം പറഞ്ഞു കൊടുക്കുക? കുഞ്ഞുങ്ങൾക്ക് എന്താ ഇങ്ങനെ ആയിപ്പോയത്? അവർക്ക് വിശ്വാസ ജീവിതത്തിന്റെ അനുഭവമില്ല. വിശ്വാസ ജീവിതം എന്ന വാക്ക് എന്താന്ന് അവർക്ക് അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ഈ ഇരിക്കുന്ന കുഞ്ഞ് അവൾ ഒരു ഐപാഡ് വേണം, മമ്മി എനിക്കൊരു ഐപാഡ് വേണമെന്ന് പറഞ്ഞാൽ അവൾ നിർബന്ധം പിടിച്ചാൽ 10 ഐപാഡ് വാങ്ങിക്കൊടുക്കാനുള്ള കപ്പാസിറ്റി പപ്പയ്ക്കും മമ്മിക്കും ഉണ്ടായിരിക്കും. പക്ഷേ ചെയ്യേണ്ടത് അവളോട് പറയണം, നീ പ്രാർത്ഥിക്ക. ദൈവഹിതമായ കർത്താവ് നന്മ തരട്ടെ, നമുക്ക് വാങ്ങാം, നീ പ്രാർത്ഥിക്ക. കുറഞ്ഞ പക്ഷം 2 ആഴ്ച അവൾ ആ വിഷയത്തിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് നീ മേടിച്ചു കൊടുത്താൽ കുഞ്ഞിന്റെ അകത്തൊരു ചിന്ത വരും, ഇത് ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചതാണ്. അടുത്ത ആഴ്ച അവൾക്ക് മറ്റൊരു വിഷയം വന്നാൽ അവൾ ആരും പറയാതെ പോയിരുന്ന ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു മേടിക്കും. ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയ പരാജയം, ഒരു പേന പ്രാർത്ഥിച്ചു മേടിച്ച അനുഭവം ഇവനില്ല. അപ്പൊ പെറ്റു വീണത് ടാബിന്റെ പുറത്ത്. അതുകൊണ്ട് വിശ്വാസം എന്താണെന്ന് അവൻ അറിയത്തില്ല. കുറ്റം അവന്റെ അല്ല, കുറ്റം നിന്റെ. പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക, ഈ യഹോവയെ അറിയാത്തൊരു തലമുറ ഉണ്ടായി. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായി? യഹോവയെ അറിയാത്തൊരു തലമുറ ഉണ്ടായി. എങ്ങനെയുണ്ടായി? അടിമ വീടായ മിസ്രയീമിൽ നിന്ന് നിന്നെ വിടുവിച്ചുകൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവയെ കുറിച്ച് നീ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. രാവും പകലും അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കണം. അത് നിന്റെ കടത്തിൽ പട്ടമായിരിക്കണം. നീ എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം അതിനെക്കുറിച്ച് അവരോട് പറയണം എന്ന് തമ്പുരാൻ ഏൽപ്പിച്ചിരുന്നത് മാതാപിതാക്കൾ ചെയ്തില്ല. നമ്മളെ മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്നും ഇന്ന് കാണുന്ന ഈ നന്മയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നൊരു ദൈവമുണ്ട് കുഞ്ഞെ എന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടപ്പോൾ എന്റെ പപ്പയും മമ്മിയും വിടുവിച്ച ഒരു യഹോവയുണ്ടെന്ന് അറിയാത്തൊരു തലമുറ. അത് തലമുറയുടെ കുഴപ്പമല്ല, ദൈവം അവരെ അടിക്കുന്നതിനേക്കാൾ അധികം നിന്നെ അടിക്കും. ആമേൻ. എന്താ ഈ പട്ടണത്തിലെ എല്ലാ തലമുറ എങ്ങനെയാണോ? അല്ലല്ലോ. അപ്പനും അമ്മയും അവരെ ദൈവം ഒന്നുമില്ല എന്ന അനുഭവത്തിൽ നിന്ന് ഈ അമേരിക്കയുടെ മണ്ണ് വരെ കൊണ്ടെത്തിച്ച ഓരോ അനുഭവങ്ങളും പറഞ്ഞു കൊടുത്തു വളർത്തിയ മക്കൾ ഇന്നും വിശ്വാസത്തിൽ ഉപദേശത്തിന് വേണ്ടി ഉണ്ട് ഈ പട്ടണത്തിൽ. അവരെ പോലെ ബാക്കിയുള്ള മക്കളും അതെ എന്തുവാ ഈ ഒക്കത്തില്ലെന്ന് പറയുന്നത്? ആരോടായി പറയുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞത് നിങ്ങളുടെ മേൽ വന്ന ഇന്നത് സംഭവിക്കുന്ന അതൊന്ന് നടത്തി കാണിക്കച്ച. നമുക്ക് ചിന്തയിലേക്ക് വരാം തിരിച്ച്. ഈ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് ഇറങ്ങി നിന്ന് പ്രസംഗിച്ച പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ആമേൻ അവർക്ക് എന്ത് ചെയ്തു? എന്തുകൊണ്ടു ഉറക്കെ പറ. കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി. ഒന്നുകിൽ ഈ പാസ്റ്റർ സ്ഥലം മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ പള്ളിയിൽ പോകും. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് മതി ഇനി ഇവിടെ ആരാധന. പുതിയ കൂട്ട് വേണ്ടിട്ട് ചർച്ച കൂട്ട്. ഇതുപോലെ കുറെ ജഡീകന്മാർ ദൈവസഭയ്ക്കകത്തുണ്ട്. ആമേൻ. ഒരു ഗുണവും ഇല്ലാത്ത കുറെ ജഡീകന്മാർ
കുത്തുകൊണ്ടാൽ ഉടനെ ഉപദേശിക്കും കുറ്റം. അത് പേടിച്ച് പലരും ഉപദേശം പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കുത്തുകൊണ്ടവൻ കമ്മറ്റി കൂടി നല്ല വിഷയം. കുത്തുകൊണ്ടവൻ നിലവിളിക്കുക, സഹോദരന്മാരായ പുരുഷന്മാരെ, എന്റെ സന്നദ്ധ കത്തിയാറി ഞാൻ എന്തു ചെയ്യണം? അതാ ചോദ്യം. പ്രൈസ് ദി ലോർഡ്. അതിന് പത്രോസ് അവരോട് വായിക്കാം. പ്രവൃത്തി 2:37 താഴുണ്ട്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ പ്രസംഗം, നിങ്ങൾ മാനസാന്തരപ്പെടണം. പരിശുദ്ധാത്മ നിറഞ്ഞവൻ പ്രസംഗിക്കുക, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അവിടെ ഒരു ചോദ്യത്തിനും കൂടെ മറുപടി, സ്നാനപ്പെടേണ്ടിയത് ആരാ? മാനസാന്തരപ്പെട്ടവൻ അല്ലേ? മാനസാന്തരപ്പെട്ടവൻ എന്ത് ചെയ്യേണ്ടത്? സ്നാനപ്പെടേണ്ടത്. അല്ലാതെ മാനസാന്തരം എന്ന് എഴുതി കാണിച്ചാൽ പോലും മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്ത് ഒക്കത്ത് വെച്ച് 2000 വർഷം മുമ്പ് ഭർത്താവായ യേശുക്രിസ്തുവിന്റെ പാപത്തിന് വേണ്ടി വന്നു, മരിച്ചെന്ന് അടക്കപ്പെടുന്ന എന്നെ ചേർക്കാൻ വേണ്ടി വരുമെന്നും കുഞ്ഞെ നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് പറയട്ടെ, എന്റെ പാപത്തിന് വേണ്ടി ഞാൻ അനുഭവിക്കേണ്ടി എന്റെ കർത്താവ് മാനസാന്തരപ്പെട്ടാൽ സ്നാനപ്പെടുത്തി പോകും. അവസ്ഥ എന്താ? പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ടാൽ നിങ്ങൾ സ്നാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അഥവാ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഇത്രയും കൂടെ പറയണോ മാസ്റ്ററെ? ഒന്നുമില്ല പറയാൻ. വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ഈ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ കൂടിയിരിക്കുന്നത് നിങ്ങളുടെ മക്കൾക്കും അവരുടെ തലമുറയ്ക്കും ദൂരസ്ഥരായ ഷമീറിനും സിയാദിനും നസീറിനും ആസറിനും ഷാജഹാനും റംല തോമസിനും സൗദാലും എല്ലാവർക്കും ഈ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ കൊടുക്കും. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. അടുത്ത വാക്കം, ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്കം, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അവരുടെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗത്തിൽ എന്ത് ചെയ്തു? 3000-ഓളം പേര്. പരിശുദ്ധാത്മ നിറവിന്റെ പ്രസംഗത്തിന്റെ ഗുണം അതാ. അല്ലാതെ കിടന്ന് കരണം കുത്തിയേച്ച് കൈയും കൊട്ടിയേച്ച് എന്നാ രസം അറിഞ്ഞടിയേയും പറഞ്ഞ് വീട്ടിൽ പോകുന്നല്ല. മാനസാന്തരം നടക്കും. ഇന്ന് പല പ്രസംഗവും കണ്ടിട്ട് തുള്ളി പറഞ്ഞ് പണ്ട് കലാഭവന്റെ മൂക്കരി കേൾക്കാൻ പായം തലണേ പോയി ഉത്സവപ്പറമ്പിൽ പോയായിരുന്നു. ഇപ്പൊ കൺവെൻഷന് പോകുന്നു. അത്രേ ആ കാര്യം മാറ്റങ്ങളൊന്നും വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അമ്പലക്കാർക്ക് ഉത്സവമുണ്ട്, പള്ളിക്ക് പെരുന്നാളുണ്ട്, നമുക്ക് മാത്രം ഒന്നുമില്ലല്ലോ. സങ്കടം തീർക്കാൻ വർഷാവർഷം ഒരു ജനറൽ കൺവെൻഷൻ. സ്വദേശം വിദേശം ഉള്ളവരെല്ലാം കൂടെ വന്നു കൂടി തിന്നു കുടിച്ചു പോകും. പിന്നെ ഒക്കും 4 കല്യാണാലോചന നടക്കും. വേറൊരു ഉക്കും നടക്കുന്ന ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നില്ല. കണക്ക് വായിക്കും ചെലവ് 20 ലക്ഷം. എന്തിന്? തിന്നേനെ. അമേ വിവാഹപ്രായമായ പെൺകുട്ടികൾ 30-40 ഇടയ്ക്ക് പ്രായമുള്ള പെൺകുഞ്ഞുങ്ങൾ ലോക്കൽ സഭയിൽ സാമ്പത്തികമില്ലെന്ന ഒറ്റ കാരണത്താൽ പ്രാദേശിക സഭകൾ ലോക്കൽ സഭകളിൽ പെൺകുഞ്ഞുങ്ങൾ വിവാഹപ്രായം എത്തി അവരുടെ കുടുംബക്കാരുടെ ചോദ്യം ബന്ധിക്കൂസി തുള്ളാനിറങ്ങി പെണ്ണിനെ കൊണ്ട് നിൽക്കും. എന്താ അടി കെട്ടിച്ചു വിടാത്ത ചോദ്യം കൊണ്ട് അമ്മമാര് നിലവിളിയോടെ ഉപവാസവും പ്രാർത്ഥനയായിട്ട് കൂലിപ്പണി തൊഴിലുറപ്പിനും പോയി കഷ്ടപ്പെട്ട് ഈ കുഞ്ഞിന്റെ കാര്യം നടത്താൻ വയ്യാതെ അവർ ഭാരപ്പെട്ട് അതീന്നും അവര് കൊണ്ടിടുന്ന സ്വോത്രകാഴ്ച അല്ലേ ഇവന്റെ കയ്യിൽ എത്തുന്നത്. ആ ജനറൽ കൺവെൻഷൻ എന്ന് പറഞ്ഞൊക്കെ പൊടിക്കുന്ന 10 ലക്ഷത്തിൽ 4 കുഞ്ഞുങ്ങളെ കല്യാണം നടത്തുന്നു. അന്തസ്സായിട്ട് ഇറങ്ങി സുവിശേഷം പറയാം. ഇതിന് പകരം അവൻ എസ്റ്റേറ്റും റബ്ബറും വാങ്ങി കൂട്ടിയിട്ടിരിക്കുക. ഒരു ഇല പോലും നീ കൊണ്ടുപോകത്തില്ലല്ലോ. സ്തോത്രം. നീ പറയുന്ന പുസ്തകത്തിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആയതുപോലെ ഇന്ന് നടന്നെങ്കിൽ അനന്യാസിനെ സവീരം പോലെ ചില റവയും സൂപ്രണ്ടും ഒക്കെ ഇപ്പൊ തട്ടിപ്പോയാൽ പുസ്തകത്തിന്റെ പേരിൽ കാശും ഉണ്ടാക്കി ട്രസ്റ്റിന്റെ പേരും പറഞ്ഞ് ചർച്ചിന്റെ പേരും പറഞ്ഞ് ടാക്സ് വെട്ടിച്ച് നിനക്ക് സ്വന്തമായിട്ട് വീടും കാറും ഒക്കെ വാങ്ങാം. ആരെ പറ്റിക്കാം? ഒബാമയെ പറ്റിക്കാം. തമ്പുരാനെ പറ്റിക്കാൻ ഒക്കത്തില്ല. നിന്നെ ക്യൂറും ചർച്ചിന്റെ ലെവലിലാകുമ്പോ ടാക്സ് ഒന്നും വേണ്ടത്. ഇതൊക്കെ എനിക്കറിയാം. ഞാൻ ഇവിടെ വന്ന് എല്ലാം പഠിച്ചു.
അതിനല്ല. പ്രായമായ അമ്മച്ചിയെ അപ്പനെ ഡേ കെയറിൽ കൊണ്ട് തള്ളാൻ അവരുടെ പേരിൽ ഒന്നുമില്ലെന്ന് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പേപ്പർ ഉണ്ടാക്കുന്നു. മക്കളാ എന്തിക്കോസുകാരൻ ആ പേപ്പറെല്ലാം ശരിയാക്കി കൊടുക്കുന്ന ചില പാസ്റ്റർമാര് 3 വെള്ളി കെട്ടിയവന്റെ തലയെ കൈവച്ച് ആത്മാവ് നിന്നെ മാനിക്കാൻ പോവാണ്. ജൂത നിന്റെ വാഗ്ദത്ത നാട് അമേരിക്ക ആയതുകൊണ്ട് നിനക്ക് ഇവിടെ കിടന്ന് പൊളയ്ക്കാം. നീ ദൈവത്തിന്റെ വാഗ്ദത്ത നാട്ടിൽ കാലുകുത്തത്തെ പാസ്റ്ററെ അമേരിക്കയിലാ പ്രസംഗിക്കുന്നത്. ഇനി ഇങ്ങോട്ടൊക്കെ വരരുത്. പിന്നെ ഇവരാ തീരുമാനിക്കുന്നത്. ഇയാളെ പെണ്ണുപിള്ളേക്ക് സ്ത്രീധനം കൊടുത്ത അമേരിക്ക. ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്. പോടോ. ഓർമ്മയുണ്ടോ? തിരിച്ചു നോക്കേ. ഒരു മുഷിന്റെ ബാഗും പിടിച്ച എയർപോർട്ടിൽ വന്നിറങ്ങി ഉണ്ടക്കണ്ണം തള്ളി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ കണ്ണം തള്ളി നിർത്തി 2 കാർഡും വീടും അങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്ക് നീയാണോ തീരുമാനിക്കുന്നത് അമേരിക്ക ആരും? തമ്പുരാൻ അയക്കുന്നത് ഒരു അവൻ ഇവരാ തീരുമാനിക്കുന്നത് അമേരിക്കൻ ആരും? കേരളത്തിലെ കണ്ടെത്തി കിടന്ന് മലയാളം പോലും നല്ലപോലെ പറയാൻ അറിയാതെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാ? ഇവിടെ വന്നിട്ട് ഇവിടുത്തുകാരനാകാൻ ശ്രമിക്കുക. മലയാളോ മലയാളം വീടിനകത്തൊരു പാമ്പ് കയറി കുറെയൊക്കെയാണ് ഒതുങ്ങ് കേട്ടാ. ദൈവത്തെ മറന്ന് കളിക്കാതെ കുറെയൊക്കെ ഒതുങ്ങി. ഓക്കെ അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം പേർ അവരോട് ചേർന്നു. അടുത്ത വാക്കെന്താ? നോക്കത്താ. യേശുക്രിസ്തുവിന്റെ കൽപ്പന മറന്നില്ലല്ലോ. സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്. ഇവിടെ അപ്പോസ്തലന്മാർ ചെയ്തെന്താ? 3000-ഓളം പേര് സ്നാനമേറ്റ് അവരോട് ചേർന്നു. അടുത്തത് അവർ അപ്പോസ്തലന്മാരെ. അപ്പൊ യേശു പറഞ്ഞത് അതുപോലെ അപ്പോസ്തലന്മാർ ചെയ്യുക. അപ്പൊ സ്നാനപ്പെട്ടവൻ എന്ത് വേണം? ഇനിയെങ്കിലും ബോധം വെച്ചോണം. ഉപദേശം കേട്ട കൂട്ടായ്മ ആചരിച്ചു. അപ്പൊ ഉപദേശം കേൾക്കണമെങ്കിൽ കൂട്ടായ്മയ്ക്ക് വേണം. അടുത്തത് അപ്പൊ നോക്കേ. മാനസാന്തരപ്പെട്ട സ്നാനപ്പെട്ട ആത്മനിറവ് പ്രാപിച്ച ഉപദേശം കേട്ട കൂട്ടായ്മയ്ക്ക് വന്നവരാണ് എന്ത് ചെയ്യേണ്ടത്? അപ്പം തുറക്കണം. അല്ലാതെ ഈ കണ്ണൂരുകാരൻ സുഗതം പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ അവൻ വഴിയെ പോകുന്നവനെല്ലാം മുറിച്ച് കഴിക്കേണ്ടതല്ല തിരുമേശ. ഇതാകുമ്പോ അമേ ഇതാണോ? സുഗതന്റെ കെട്ടുപൊട്ടിച്ച സനിത്ത് കണ്ണൂരിന്റെ കാര്യമാണ് പറഞ്ഞേ. അത് അമേ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു ഉപദേശമായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വന്നു. എന്തെന്നറിയാമോ? ഈ തിരുമേശ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ നിങ്ങൾ തരികയും ചെയ്യുന്നതിനാൽ കർത്താവായ ശിശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അപ്പ് കൊടുത്ത് സ്വത്രം ചൊല്ലി നോക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ വിശുദ്ധ തിരുമേശ കർത്താവിന്റെ ശരീരമാണ്. ആ കർത്താവിന്റെ ശരീരത്തെ ലോകം മുഴുവൻ കേൾക്കെ പബ്ലിക്കായി വികലമായി വ്യാഖ്യാനിച്ച് പ്രാണനാഥന്റെ ശരീരത്തെ അപമാനിച്ചിട്ട് ഒരു ഉപദേശിയുടെയും കണ്ണു നിറഞ്ഞില്ല. പക്ഷെ ഞാനൊരു സ്റ്റേജിൽ അവന്റെ പേര് പറഞ്ഞപ്പോൾ ഉപദേശിയുടെ കണ്ണു നിറഞ്ഞു. പ്രാണനാഥന്റെ ശരീരത്തെ അപമാനിച്ചതിന് കണ്ണു നിറഞ്ഞില്ല. അവന്റെ പേരൊന്ന് പറഞ്ഞതിന് കണ്ണു നിറഞ്ഞു. നിനക്ക് വേണ്ടി ചത്തത് ആരാളോ? വ്യക്തി പൂജ അവസാനിപ്പിക്കുന്നു. ചിലർക്കൊക്കെ പ്രസവിക്കാൻ ചില റവയും മൈദായും ഒക്കെ ഇങ്ങോട്ട് വന്ന് അറിഞ്ഞ ദൈവത്തെ കാണുന്നു. ഈ വ്യക്തി പൂജ അങ്ങ് നിർത്തുന്നു. സുവിശേഷങ്ങളെല്ലാം ഒറ്റ വിലയുള്ളൂ. നോക്ക അപ്പം നുറുക്കിയും പിന്നെ അവിടെ അപ്പം നുറുക്കിയത്. അതുകൊണ്ടാണ് സ്നാനപ്പെട്ട നീ വീണ്ടും നീ നിൽക്കുന്നിടത്ത് തന്നെ പോയാൽ അവിടെ നുറുക്കുന്ന അപ്പം തിരുമേശയാകണമെങ്കിൽ മാനസാന്തരം വേണം, വിശ്വാസ സ്നാനം വേണം, ആത്മനിറവ് വേണം, ഉപദേശം വേണം, കൂട്ടായ്മ വേണം. അങ്ങനെ നുറുക്കുന്ന മേശയാണ് അപ്പമാണ് തിരുമേശ. വചനപ്രകാരം മാനസാന്തരമില്ലാത്ത, വചനപ്രകാരം സ്നാനമില്ലാത്ത, വചനപ്രകാരം ആത്മനിറവില്ലാത്ത ഇടത്ത് മുറിക്കുന്ന മേശ തിരുമേശയല്ല. അതുകൊണ്ടാണ് മുങ്ങിയ നീ പിന്നെ അവിടെ പോയി വാ വിളിച്ച് നിൽക്കരുതെന്ന് പറയുന്നത്. കിട്ടിയോ കാര്യം?
അപ്പൊ നീ കഴിക്കുന്നത് തിരുമേശയല്ല, അപ്പൊ ഭൂതത്തിന്റെ മേശയാണ്. ഇത് വലിച്ചു വാരി കയറ്റിയിട്ട് വേണ്ടാത്ത അരി മേടിച്ച് വന്നു മെനക്കേട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതാണ് പുതിയ നിയമസഭ. അതിന്റെ 47 വാക്യത്തിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിവസം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതാണ് പുതിയ നിയമസഭ. അത് പുഴവക്കത്ത് കൂടിയാലും മരച്ചുവട്ടി കൂടിയാലും കെട്ടടത്തിൽ കൂടിയാലും എവിടെ കൂടി വന്നാലും അതാണ് പുതിയ നിയമസഭ. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, വിശ്വസിച്ചവരുടെ കൂട്ടം, ആത്മനിർഭർ പ്രാപിച്ച കൂട്ടം, അതാണ് സഭയെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആ സഭയ്ക്ക് എന്ത് ബോർഡ് വേണമെങ്കിലും വെച്ചോ, അതൊന്നും എനിക്ക് വരാറില്ല. IPC-എന്നോ AD-എന്നോ ചട്ടക്കോടനോ ശാലമോ ചാരണോ എന്ത് ബോർഡ് വേണമെങ്കിലും വെച്ചു, എനിക്ക് വരാറില്ല. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്, ഈ ബോർഡിനെ സ്നേഹിക്കാതെ കർത്താവിനെ വചനത്തെ സ്നേഹിക്കും. മേപ്പോട്ട് ചെല്ലുമ്പോ സ്വന്തം ചർച്ചിന്റെ ബോർഡ് നോക്കി നടക്കാൻ തുടങ്ങിയ കിലോമീറ്ററോളം നടക്കേണ്ടി വരും. എന്റെ എവിടെ അയ്യോ GPS ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വഴിയില്ല, അവിടെ അങ്ങ് ഒരു ബോർഡും ഇല്ല. അതുകൊണ്ട് കർത്താവിനെ വചനത്തെ സഹോദരങ്ങളായി കണ്ട് സ്നേഹിക്കും. ഈ സ്പിരിറ്റൊക്കെ വിഗ്രഹാരാധനയൊക്കെ വിട്. സംഗതി കേൾക്കണേ. ഇതൊക്കെ ലാസ്റ്റ് വണ്ടിയാ കേട്ടോ. ഇനി ഇത് കേൾക്കുമെന്നൊന്നും വിചാരിക്കണ്ട. മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ടു. ഇവിടെ വന്ന് ഒരുത്തനും പറയാത്തോണ്ടാക്കും അവരെ നിൽക്കുന്നവനെ പൊക്കി വെച്ച് ഇവിടെ കൊണ്ടുവന്നു. ചിലരെന്നോട് ചോദിക്കുന്ന നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലയോ? ഈ 10 പേരുടെ വിരോധം സമ്പാദിച്ചുകൊണ്ട് നിങ്ങളെല്ലാം കൂടെ തല്ലിക്കൊല്ലു എന്നൊക്കെ അല്ലേ. നാട്ടിലാണ് എന്നെ വിളിക്കുന്നത് മണ്ടനെന്ന്. അതെന്നുവെച്ചാ ഒരിക്കൽ ഒരാൾ വന്നിട്ട് ചെമ്മീർ ഭാഷ സ്നേഹം കൊണ്ട് പറയുക, എന്താ നിങ്ങളൊരു മണ്ടന. സ്നേഹം കൊണ്ട് മണ്ടനാണ്. എന്ത് ഇവിടെ പറയാ, നിങ്ങൾക്ക് ചന്ത ഇറങ്ങി വ്യാപാരം ചെയ്യാൻ അറിഞ്ഞു. എന്തോന്ന് ചന്ത ഇറങ്ങി വ്യാപാരം, ചന്ത ഇറങ്ങണം അതെന്തോ? അതൊക്കെ ഉണ്ട് എന്ന് പറയാ. പിന്നെ പുള്ളി പറയാ, നമ്മൾ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ ചെന്നാൽ ആദ്യത്തെ 2 പാട്ട് കഴിയുമ്പോൾ അറിയാം ഈ ജനം ഏത് ടൈപ്പാണ്. അപ്പൊ അവര് നല്ല ആരാധിക്കുന്ന ജനമാണെങ്കിൽ അവിടെ ഒരു ഉണർവിന്റെ മെസ്സേജ് കാണിച്ചാൽ അങ്ങനൊക്കെ ഉണ്ട്. പിന്നെ ചില ചർച്ച ചെല്ലുമ്പോണ്ടല്ലോ ഈ കൈ 1-2 അടിക്കത്തിലെ പെട്ടി രാമ കേൾക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പൊ അവിടെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഉപദേശം എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ട് വേണം. പിന്നെ ഈ ന്യൂ ജനറേഷൻകാര് നമ്മളെ വിളിച്ചാൽ അവിടെ എന്ത് ചെയ്യണം? സാമ്പത്തിക വിടുതൽ, കടഭാരം, അന്ധകാരം, ബന്ധനം, മണ്ഡലം, മഴ. അപ്പൊ മഴ തപ്പി നടക്കുക ചിലർ. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് അടിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ എന്നിട്ട് അപ്പൊ അടുത്ത ഭാഗം പിന്നെ ഈ മർത്തോമ CSI അങ്ങനെ ഉള്ളിടത്ത് നമ്മളെ പ്രസംഗിക്കാൻ വിളിച്ചാൽ അവിടെ സ്നാനം എന്ത് ചെയ്യരുത്? മിണ്ടൻ. ഞാൻ അടുത്ത വർഷം അവർ നമ്മളെ തന്നെ വിളി. അവരുടെ മര്യാദയ്ക്ക് പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഒരു അപ്പത്തെ പോയി നൈറ്റ് ഇട്ട് CSIക്കാരുടെ കൂടാണ്. എല്ലാ കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചന്ത അറിഞ്ഞ് വ്യാപാരം ചെയ്യാൻ കുറച്ചുകൂടൊക്കെ മുന്നോട്ട് പോകാം. 2 പെൺകുഞ്ഞുങ്ങളല്ലേ? അതെ, സ്വന്തമായിട്ട് വീട് വല്ലതും ഇല്ല. അതാ മണ്ടൻ. വിട്ടില്ല കേട്ടോ, വിട്ടില്ല ഞാൻ. അങ്ങനെ പോലെ അവിടെ ഇരി. ഞാൻ എപ്പോഴെങ്കിലും ഷമീറിനെ കണ്ട സ്ഥാനത്ത് പൗലോസിനെ ഒന്ന് കണ്ടായിരുന്നെങ്കിലും എങ്ങനെ ഇരുന്നേനെ? പറഞ്ഞു തരട്ടെ. പൗലോസ് സ്വന്തം നിങ്ങളെന്തെങ്കിലും മണ്ടനാണോ? ആര് മണ്ടനാ? വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യനല്ലയോ? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടില്ലേ? അങ്ങനെ നടന്നു. നിഴൽ തട്ടി രോഗി സൗഖ്യമാവത്തില്ലേ? മരിച്ച യൂത്ത് കോസിനെ ഉയർപ്പിച്ചില്ലയോ? കുറെ കൃപാവരമൊക്കെ കൈ വെച്ചിട്ട് നിങ്ങൾ ഈ ചർച്ചിലൊക്കെ പോയി എന്ത് പോയി പ്രസംഗിക്കും? പലവട്ടം പട്ടിണി, പലവട്ടം ഉറക്കളപ്പ്, പൈതാകം, കാട്ടിലടി, നാട്ടിലടി, കള്ള സഹോദരമാണ്. ഇത്ര കൃപാവരം കൈ വെച്ചിട്ട് നിങ്ങൾ പോയി പലവട്ടം പട്ടിണി ഞങ്ങൾ നോക്കും. പലവട്ടം ഗൾഫിൽ പോയി, പല വീട് മേടിച്ചു, പല കാർ മേടിച്ചു, പല ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, പല രാജ്യങ്ങളിൽ പോയി. നിങ്ങൾക്ക് ഒരു പുറപ്പെങ്കിലും ഉണ്ടോ? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുക തിമോത്തിയോസേ, നീ വരുമ്പം പുതപ്പും കൂടെ കൊണ്ട് കണ്ടനല്ലേ? കോടിക്കണക്കിന് വരുന്ന ആസ്തി ചപ്പന്നും ചവറന്നും കണ്ട് വലിച്ചെറിഞ്ഞ് ഈ പുസ്തക നിമിത്തം ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞടങ്ങിയ അവൻ പൗലോസ് മണ്ടനാണെങ്കിൽ
നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നറിയും, അന്ന് നീ അറിയും. അതുകൊണ്ട് അപ്പച്ചന്മാര് പാടിയിട്ടേച്ച് പോയതാ, അങ്ങേ കരയിൽ ചെല്ലും നേടിയതെന്ന അന്നറിയും. ചെറുതാണ് അനുഭവിക്കുന്നു. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ദ്രോഹം എനിക്ക് ചെയ്തിട്ടില്ലാത്ത നിങ്ങളോട് ഞാനിങ്ങനെ സംസാരിക്കാനെന്ന് എനിക്ക് നിങ്ങളോട് വിരോധം. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ ഒരാൾ പോലും കുറയാതെ നിൽക്കുന്നില്ല. അതിനുവേണ്ടിയാ നമ്മുടെ കർത്താവ് മരിച്ചത്. അതിനുവേണ്ടിയാ കർത്താവിന്റെ മുതുകെ തടിയേറ്റത്. അതിനുവേണ്ടിയാ കർത്താവിന്റെ മുഖത്ത് തുപ്പിയത്. നിന്നെ അംബാനിയാക്കാനല്ല, നീ നിത്യതയിലെത്തണം. ഒരുപാട് വിഷമമാണ്. കാരണം ഇതെങ്ങനെ പറഞ്ഞിട്ടും ജനത്തിന് മനസ്സിലാകുന്നില്ല. പറയുന്നവനെ ക്രൂശിക്കാൻ വരുന്ന അല്ലാതെ ഒരു കുറവും. എന്നിട്ട് ഞാന് പലവട്ടം വിചാരിച്ചു എനിക്കെന്ത് കാര്യം, എവിടെയെങ്കിലും ചെന്ന് തൊലയട്ടെന്നൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, നിർത്താം എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ഈ പട്ടണത്തിൽ നിന്ന് ഒരു പറ്റം ആൾക്കാരെന്നെ വിളിക്കുക, ഒരു പറ്റം ആൾക്കാർ മെസ്സേജ് ചെയ്യുക. അവർ പറയുന്ന ഒരു വാക്ക് വർഷങ്ങളായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കണ്ണുനീരിന്റെ ഫലമാണ്. ഇങ്ങനെ പറയാൻ ഒരാളെങ്കിലും അയക്കണമെന്ന് വർഷങ്ങളായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിന്റെ ദൈവം തന്ന മറുപടിയാ. എന്താ ചില മാതാപിതാക്കന്മാർ പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ സന്തോഷമുണ്ടായി. സാരില്ല, എന്തനുഭവിച്ചാലും മുന്നോട്ട് തന്നെ. ആവേ ആശയം കൊണ്ട് നേരിടാൻ കഴിവില്ലാത്ത നട്ടലില്ലാത്തവന്മാര് അപവാദം പറഞ്ഞു, ആക്ഷേപം പറഞ്ഞു, ശുശ്രൂഷയൊക്കെ തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം എനിക്കറിയാം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആമേ ആശയം കൊണ്ട് നേരിടാൻ വചനം അറിയാത്ത പൊട്ടന്മാര് ആമേ തമ്പുരാനെ വിളിച്ചെങ്കിൽ ദൈവം നോക്കി. ഞാൻ കൂടി വന്ന് അവസാനിപ്പിക്കാം. ആമേൻ. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുന്ന സഭയ്ക്ക് എഴുതപ്പെട്ട ഉപദേശമാണ് ലേഖനങ്ങൾ. മനസ്സിലായോ? അതുകൊണ്ട് ആ ലേഖനങ്ങളുടെ ടൈറ്റിലിൽ ഗലാത്യ സഭയിലെ വിശുദ്ധന്മാർക്ക്, എഫേസ്യ സഭയിലെ വിശുദ്ധന്മാർ, കൊലോസ്യ സഭയിലെ വിശുദ്ധന്മാർ. ആരാ വിശുദ്ധൻ? സമുദായക്കാർ കാണിക്കുന്ന പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേരെ വർഷാവർഷം വിളിച്ച് കണ്ണാടിക്കൂട്ടിലാക്കി ATM നമ്പർ അടിച്ചിരുത്തി വിശുദ്ധനാക്കുന്ന പോലല്ല. വേദപുസ്തകം വിശുദ്ധൻ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് ദൈവകൃപയിൽ ജീവിക്കുന്നവനെ തമ്പുരാൻ സൗജന്യമായി വിളിച്ച പേരാണ് വിശുദ്ധൻ. ആ വിശുദ്ധന്മാർക്ക് എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് ഇടുക. ഈ സഭ വിശ്വസിച്ച സഭ എങ്ങനെയാ അവർ വിശ്വസിച്ചെന്ന് അറിയാമോ? ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അപ്പോസ്തലന്മാര് ഇവരിറങ്ങിയത് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അവർ പ്രസംഗിച്ച വചനത്തെ കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ഉറപ്പിച്ചു. ആ ദൈവപ്രവർത്തി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. വാക്ക് വളരെ ശ്രദ്ധിക്കണം. ആ ദൈവപ്രവർത്തി ഇന്നും നടന്നുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവ് വരെയും അത് നടക്കുക. ആ കാര്യത്തിൽ ആർക്കും തർക്കം വേണം, സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. നൂറുകണക്കിന് സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും സാക്ഷികളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അവർ പ്രസംഗിച്ച വചനത്തെ കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ഉറപ്പിച്ചു. ചോദ്യം, ആരുടെ മുമ്പിൽ, എന്തിനു വേണ്ടി? പഠിക്കും. ആരുടെ മുമ്പിൽ, എന്തിനു? യേശുവിനെ വാഗ്ദത്ത മശിഹയായി അംഗീകരിക്കാത്ത യഹൂദന്റെയും മുഴക്കം കേട്ട് വന്നുകൂടിയ ജാതികളുടെയും അവർ പുറപ്പെട്ടു പോയി വചനം അറിയിച്ച ജാതികളുടെ നടുവിൽ യേശു തന്നെ ദൈവം എന്ന് അവർക്ക് വെളിപ്പെടേണ്ടതിന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വചനത്തെ ദൈവം ഉറപ്പിച്ചു. ആ ദൈവപ്രവൃത്തിയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. യേശുവിനെ അറിയാത്ത ജനത്തിന്റെ നടുവിൽ വടക്കേന്ത്യയിലൊക്കെ കൃപാവരൊന്നും വേണ്ട, സഹോദരന്മാർ ചെന്ന് സഹോദരിമാർ ചെന്ന് ക്യാൻസർ രോഗിക്ക് പ്രാർത്ഥിച്ച് സൗഖ്യം നടക്കുക. കാരണം വിശ്വസിക്കുന്നവരാൽ ഇത് നടക്കുമെന്ന കർത്താവിന്റെ വാഗ്ദത്തം. അത് നടന്നുകൊണ്ടിരിക്കുക.
ആമേൻ. അതിന്റെ തെളിവാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ അതിന് ഞാൻ വേഗത്തിൽ വായിച്ചു 2 ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ നോക്കണം. ആമേൻ. 29 ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധനായ യേശുവിന്റെ നാമത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി. അടുത്ത വാക്ക് ധൈര്യത്തോടെ ദൈവവചനം പ്രസ്താവിച്ചു. അപ്പൊ അവിടെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞിട്ട് പേടിച്ച പോലെ അവിടെ കിടന്ന് ഓടി. അല്ല, ദൈവവചനം ധൈര്യത്തോടെ ഇന്ന് നടക്കട്ടെ. നമുക്ക് എന്താ നടക്കും? ഇന്ന് നടക്കട്ടെ. അത് കഴിഞ്ഞ് അതിന്റെ നോക്കെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 5:12 വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരാരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ. അപ്പൊ എന്തിനാ അവിടെ അത്ഭുതം അടയാളം നടന്നേ? അത് നിമിത്തം ജാതികൾ യേശുവിനെ അറിയേണ്ടതിന് ആ പ്രവൃത്തി ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണെന്നാ ഞാൻ പറഞ്ഞേ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ സൗഖ്യം കൊണ്ടും വിടുതൽ കൊണ്ടും ഒക്കെ കർത്താവിനെ അറിഞ്ഞവരാണ് നമ്മൾ, അല്ലേ? എന്റെ സഹോദരിക്ക് സൗഖ്യമായി, ഞാൻ കർത്താവിനെ അറിയാൻ കാരണമായി. നിങ്ങളിൽ പലർക്കും സൗഖ്യവും വിടുതലും മുഖാന്തരമായി. അങ്ങനെ രക്ഷിക്കപ്പെട്ടും സ്നാനപ്പെട്ടും വന്നവരുടെ പേരാണ് എന്ത്? സഭ. ഇനിയാണ് പ്രധാന പോയിന്റ്. ഇനിയാണ് സഭ. ഈ സഭയ്ക്കാണ് എന്തെഴുതിയത്? ലേഖനം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ലേഖനം. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ അത്ഭുതം ചെയ്ത 3 വ്യക്തികളെ ഞാൻ എടുക്കാം. 1 പൗലോസ്, യൂത്തിക്കോസിനെ ഉയർപ്പിച്ച ആളല്ലേ. 2 പത്രോസ്, 3 യോഹന്നാൻ. പത്രോസ് യോഹന്നാനോട് കൂടെ നോക്കിയപ്പോൾ ദേവാലയത്തിൽ നിന്ന് മുടന്ന് എന്ത് ചെയ്തു? എങ്ങനെ നോക്കിയപ്പോൾ നടന്നു തുള്ളി ദൈവത്തെ. ഞാൻ ഇന്ന് കാണിക്കുന്ന സൗഖ്യം മടന്ന് സ്റ്റേജിൽ വരുന്നു, സൗഖ്യമായി. ഓ, കരം പിടിച്ച് സൂചിച്ച പിന്നെ 8, 10 എന്ന് പറഞ്ഞ് പോകുന്നു. ആ പരിപാടിയല്ല. നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് ഇന്നും ചെയ്യാൻ ദൈവശക്തനാണ്. അല്ലാതെ വ്യാജമായ അത്ഭുതങ്ങളോടും വ്യാജമായ അടയാളങ്ങളോടും വരുന്ന ആരാണ്? തെസ്സലോനിക്ക ലേഖനത്തിലുണ്ട്. ആരാ? അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. വ്യാജമായ അത്ഭുതം ഇല്ലാത്തത് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുക. എത്രയോ പേരെ കണ്ണാടി ഊരിക്കളഞ്ഞ കൊട്ടാരക്കരക്കാരൻ ഇപ്പോഴും ബൈബിൾ പ്രസംഗിക്കണ കണ്ണാടി വിടുന്നില്ലല്ലോ. സ്വന്തം നല്ലവരില്ലാത്തവൻ കുഞ്ഞുവരെ സൗഖ്യമാക്കാൻ പറ്റില്ല. സ്വന്തം വിടുന്നില്ല. പോട്ടെ, ഞാൻ വിടുക. ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പൊ സംഗതികൾ ഒത്തിരി പറയാനുണ്ട്. അപ്പൊ ഇങ്ങനെ സഭയ്ക്ക് ഈ പറഞ്ഞ 3 പേര് ലേഖനം എഴുതി. ശ്രദ്ധിക്കണം. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, ഇവര് 3 പേര് സഭയ്ക്ക് ലേഖനം എഴുതി. എന്റെ ചോദ്യം വളരെ ശ്രദ്ധിക്കണം. ഈ ഓരോറ്റ ലേഖനത്തിലെങ്കിലും ഒരു പനി മാറിയ കാര്യം രേഖപ്പെടുത്തി സഭയ്ക്കാണ്. ഉണ്ടോ? അതെന്തേ യൂത്തിക്കോസിനെ ഉയർപ്പിച്ച പൗലോസ് സഭയ്ക്കകത്തോട്ട് വന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ കൃപയങ്ങ് പോയാ? മോശമായി പോയല്ലോ. ഒറ്റ പനി മാറിയത് ദൈവസഭയ്ക്കകത്ത് പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടില്ല. മറിച്ച് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയാ, എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. എന്നിട്ട് പൗലോസ് പറയണം, പ്രിയമുള്ളവരെ, എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. നിങ്ങൾക്കറിയാവോ, യൂത്തിക്കോസിനെ ഉയർപ്പിച്ച മോനല്ലേ ഞാൻ അങ്ങോട്ട് ചേർന്ന് എപ്പഫ്രോദിത്തോസിന്റെ തലയിലോട്ട് കൈ അങ്ങോട്ട് വെച്ചത്. ഓ, അവൻ ചാടി എഴുന്നേറ്റങ്ങ് നടന്നു. ആ കര പഠിച്ചൊന്ന് ശ്രദ്ധിച്ചേ. പറഞ്ഞ എന്തെന്നില്ലല്ലോ പറഞ്ഞോ? ഒന്നില്ല. എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു, ഞാൻ അവനെ സൗഖ്യാക്കി എന്നല്ല പറഞ്ഞത്. എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ കർത്താവ് അവനോട് കരുണ കാണിച്ചു. സഭയ്ക്കകത്ത് അത്ഭുതങ്ങളും വിടുതലുകളും സൗഖ്യമെന്ന പ്രൊജക്ട് ചെയ്ത് കാണിച്ചത് സഭയ്ക്കകത്ത് മര്യാദയ്ക്ക് ജീവിച്ച് നിത്യതയിലെത്തിക്കണമെന്നുള്ള ഉപദേശമാ ദൈവസഭയ്ക്കകത്ത് കൊടുത്തത്. ആമേൻ. സഭയ്ക്കകത്ത് കൃപാവരക്കാരില്ലെന്നാണോ പാസ്റ്റർ പറഞ്ഞത്? അല്ല. സഭയ്ക്കകത്ത് സകല കൃപാവരക്കാരും സഭയ്ക്കകത്ത് എഴുന്നേക്കണം. അതാ സഭയ്ക്കകത്ത്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? സഭയ്ക്കകത്ത് പ്രവചിക്കുന്നവനുണ്ടാകണം. പക്ഷെ ആ പ്രവചനം കൊണ്ട് എന്ത് സംഭവിക്കണമെന്നുണ്ട്? പുറത്തുനിന്ന് വരുന്നവന് മാനസാന്തരം ഉണ്ടാകണം. മനസ്സിലാവുന്നുണ്ടോ? സഭയ്ക്കകത്ത് രോഗശാന്തിക്കാരുണ്ടാകട്ടെ, പ്രവചനക്കാരൻ സഭയ്ക്കകത്ത് എഴുന്നേക്കട്ടെ. കഴിഞ്ഞ ആഴ്ച 1/2 ക്ലാസ് അടിച്ചിട്ട് വന്ന സെക്രട്ടറി
സഭയ്ക്കകത്ത് എഴുതേക്കണം. ഒരുത്തം പ്രസംഗിക്കാൻ കയറി പുൽപ്പിറ്റ് നിൽക്കുമ്പോൾ ആത്മാവിൽ വിവേചിച്ചിട്ട് പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നു ചില സഹോദരിമാർ വരെ പറയുമായിരുന്നു ഇവനിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവല്ലെന്ന്. പിതാക്കന്മാരുടെ കാലത്ത് പ്രവചിച്ച സഹോദരിമാർ വരെ ഉണ്ട് ദൈവസഭയ്ക്കകത്ത്. പ്രായമുള്ളവർ ചോദിക്കാൻ പറഞ്ഞു ആത്മാവിൽ വിവേചിക്കുന്നവൻ, കൃപാവനുള്ളവൻ, പ്രവാചകൻ എല്ലാം സഭയ്ക്കകത്ത് എഴുതേക്കട്ടെ. രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെട്ടവന് രോഗം വരുത്തില്ലെന്ന് ബൈബിളുണ്ടോ? നിങ്ങൾ രോഗിയായി കിടക്കുന്നവൻ സഭയില് വിശ്വാസിക്കുന്നുണ്ട് ഇല്ലെന്നാരും. നമ്മുടെ പിതാക്കന്മാർ വിശുദ്ധിക്കും വേർപാടും അടിസ്ഥാന ഉപദേശത്തിനും വേണ്ടി നിലകൊണ്ടവർ പോലും ക്യാൻസർ വന്ന് മരിച്ചിട്ടുള്ളത് മറക്കരുത്. എന്താ അവര് മഹാഭാവികളാ? ഒരു പൊട്ടത്തരം പഠിച്ചു വെച്ചേക്കോ. രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. രക്ഷിക്കപ്പെട്ട ആത്മാവും രക്ഷിക്കപ്പെടാത്ത ശരീരവുമായി ജീവിക്കുന്ന കാലത്തോളം ജനത്തിൽ കഷ്ടം വരാം. എന്നാ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാത്തൊരു ശരീരം നമ്മൾ പ്രാപിക്കാൻ പോകുന്നുണ്ട്. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. നിങ്ങൾ രോഗിയായി കിടക്കുന്നവൻ സഭയിൽ മൂപ്പനെ വരുത്തണം. സഭയിൽ നിങ്ങൾക്ക് ഇടയിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം വന്ന് പ്രാർത്ഥിക്കണം. അതൊക്കെ ചിട്ട. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനൊക്കെ സൗഖ്യം വേണമെങ്കിൽ തമ്മിൽ സഹോദരനോട് പാപങ്ങളെ ഏറ്റവും അന്ന് ചിലർ കുമ്പസാരമല്ല സഹോദരനോട് പിഴച്ചത് നിരപ്പ് പ്രാപിക്കണം. എന്നിട്ട് നിന്റെ ഇടയം വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിശ്വാസത്തോടുള്ള പ്രാർത്ഥന നിനക്ക് എന്ത് ചെയ്യും? സൗഖ്യം തരും. അതിന് സഭയ്ക്കകത്ത് എഴുന്നേക്കണം. ഇന്ന് എന്തുകൊണ്ടാ ദുരുപദേശം പെരുകിയത്? ഈ പറയുന്ന കൃപാവര ശുശ്രൂഷകൾ ദൈവസഭയ്ക്കകത്ത് ഇന്നില്ല. ദൈവസഭയ്ക്കകത്ത് സൗഖ്യം നടക്കുന്നില്ല. ദൈവസഭയ്ക്കകത്ത് അതിന് തക്കവണ്ണം പ്രാഗൽഭ്യമുള്ളതില്ല. കാരണം മെനക്കെട്ട് പോയി ദൈവസഭയിൽ നിന്ന് മുട്ടുമടക്കി ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഈ കൃപ പ്രാപിച്ചെടുക്കാൻ ആർക്ക് സമയമുണ്ട്? സമയമില്ല. അപ്പോഴാണ് ഈ തക്കം നോക്കി വ്യാജമായ സൗഖ്യം കൊണ്ട് മാജിക്കാരിറങ്ങിയത്. അപ്പൊ ജനം മൊത്തം ആരുടെ കൂടെ പോയി? മാജിക്കാരുടെ കൂടെ പോയി. എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാന്ന് അച്ഛനോട് പറഞ്ഞു. ഞാനും കണ്ടതാ. ഇങ്ങോട്ട് വരുന്നതിന് ഒരു മാസം മുമ്പ് സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ കണ്ടു. മജീഷ്യൻ മുതുകാട് ഒരു പെണ്ണിനെ രണ്ടാട്ട് മുറിച്ചിട്ട് ഒരു കഷ്ണം മുകളിലും ഒരു കഷ്ണം താഴെ നിർത്തി. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. അതുകൊണ്ട് മുറിച്ച നാളെ മുതുകാട് മീശയും പഠിച്ച് വെള്ളം എടുത്തിട്ട് വന്നാൽ സജി തവത്ത്. എന്ത് കഷ്ടമായത്! ദൈവസഭയ്ക്കകത്തിരുന്ന് നീ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവിക കൃപാവരങ്ങൾ നേടിയെടുത്ത് സഭയുടെ ആത്മീയ വർധനവിനായി സഭയ്ക്കകത്ത് 1-ാം നൂറ്റാണ്ടിലെ പോലെ ദൈവസഭയ്ക്കകത്ത് കൃപാവരമുള്ളവർ എഴുന്നേൽക്കട്ടെ. അതിലൊന്നും ആർക്കും പരാതിയില്ല. അല്ലാതെ വ്യാജമായ അത്ഭുതത്തിന് പുറകെ ജനം ഓടിപ്പോകുന്നതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവസഭയ്ക്കകത്ത് ഉപദേശം ഉണ്ടാകണം. ദൈവസഭയ്ക്കകത്ത് കൃപാവരമുള്ളവർ എഴുന്നേൽക്കണം. അതിനുവേണ്ടി മെനക്കെട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. നോക്ക്, അങ്ങനെ സഭയ്ക്ക് എഴുതിയ ഒറ്റ ലേഖനങ്ങളിലും ഈ പറഞ്ഞ പോലെ സൗഖ്യം വിടുതലും പ്രൊജക്ട് ചെയ്തില്ല. മറിച്ച് റോമാലേഖനത്തിൽ വന്നപ്പോൾ പൗലോസ് ഇങ്ങനെ എഴുതി. അതാ നമ്മൾ അവനെ വിശദീകരിക്കാൻ സമയമില്ലല്ലോ. വായിച്ച കുറിവാക്യം കർത്താവ് അനുവദിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ ഇവിടെ വേറെ മീറ്റിങ്ങുകൾ ഉണ്ടല്ലോ. ഒരു മാസം ഞാൻ ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് ഇതിന്റെ ബാക്കി തുറന്ന് അങ്ങോട്ട് പ്രസംഗിച്ച് കേൾക്കാൻ പലയിടത്തും ശ്രദ്ധിച്ച് കേൾക്കണമേ. അവിടെ എഴുതി, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള എങ്ങനെ ആരാധന? ബോധം കേട്ട ആരാധന. ബുദ്ധിയുള്ള ആരാധനയായി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നത് തെറ്റല്ല. പക്ഷെ തലയിലെ സ്കാർഫ് താഴോട്ട് വീണാൽ അത് അറിയുന്ന ആത്മാവാണ്. ബുദ്ധിയുള്ള നിങ്ങളെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് ആകരുത്. യാഗമായി എങ്ങനെ സമർപ്പിക്കണം? ശരീരങ്ങളെ. ആ ഒരു പോയിന്റ് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ശരീരങ്ങൾ എന്താക്കണം? യാഗമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്നൊന്ന് ശ്രദ്ധിച്ചേ. 2 മിനിറ്റിൽ പറഞ്ഞു തീർക്കാം. 2 മിനിറ്റ്. അതെ, യാഗം കഴിക്കാൻ കുഞ്ഞാടിനെ കൊണ്ട് പോവുകയാണേ. അപ്പോഴാണ് നല്ല ഇളനീര് അരുവി ഇങ്ങനെ ഒഴുകുക. ഉടനെ ആടെന്ത് ചെയ്യുക? തല അങ്ങോട്ട് വലിക്കുക. അപ്പൊ കയറെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കാൻ ഒക്കത്തില്ല. കയർ ഒന്ന് മുറുകിയാൽ ഊനമുള്ളതായി പിന്നെ ഞാൻ കഴിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തട്ടിപ്പൊത്തി എടുത്ത് വെച്ച് അങ്ങോട്ട് കൊണ്ടുപോയി മാറ്റി നിർത്തി വീണ്ടും പോകുമ്പോൾ അതാ ഇളം പുല്ല് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ നിൽക്കുക. അപ്പോഴും ആടെന്ത് ചെയ്യും?
തലവലിക്കും. അവിടുന്ന് തട്ടിപ്പൊക്കി എടുത്ത് കൊണ്ടുപോയി യാഗപീഠത്തിൽ വെച്ച് യാഗമാക്കി ദഹിപ്പിച്ച് അതിന്റെ എല്ലും ചാരം എല്ലാം കൂടെ കൊട്ടയിലാക്കി ഇയാൾ തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോഴും ഈ അരുവി അവിടെ ഉണ്ട്. ആട് ചാടുവോ? ചാടുവോ മാമേ? ഇല്ല. തിരിച്ചു വരുമ്പോഴും ഈ ഇളം പച്ച പുല്ല് അവിടെ ഉണ്ട്. ആട് ചാടുവോ? വെച്ചാ ചാടത്തില്ല. കാരണം ഇതെന്ത് ചെയ്തു? യാഗമായി. ദൈവത്തിന് വേണ്ടി യാഗമാക്കപ്പെട്ടവൻ ഈ ലോകത്തിലെ ഒരു പുല്ലും കണ്ട് ചാടത്തില്ല. ഈ ലോകത്തിലെ ഒരു പുല്ലും അവനെ ആകർഷിക്കത്തില്ല. ഈ ലോകത്തിലെ ഒരു പുല്ലും ഒരു അരുവിയും അവനെ ആകർഷിക്കത്തില്ല. കാരണം അവൻ അവന്റെ ശരീരത്തെ അവൻ ദൈവത്തിന് യാഗമായി സമർപ്പിച്ചു. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും അന്യം നിന്ന് പോയ വാക്കാ പെന്തക്കോസ്തിലാണ്. വിശുദ്ധി വിവരിക്കുന്നില്ല. വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് ഇല്ല ദൈവമക്കളെ. ഈ ലോകത്തിന് അനുരൂപരാകരുത്. അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടത്തെ ചേർപ്പാൻ ഇതാ കർത്താവ് വേഗത്തിൽ വിളിക്കുന്നു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി കാഹളനാദത്തോടെ പ്രാണനാഥൻ ഇതാ വരുവാൻ പോകുന്നു. എല്ലാവർക്കും ദൈവസഭയിലേക്ക് കർത്താവ് ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി. അവൻ ഇന്ന് രാത്രി ആ കാഹളം മുഴങ്ങിയ അല്ല, ഇന്ന് രാത്രി എന്റെ പ്രാണനെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്റെ നിത്യത എന്റെ കർത്താവിനോടുകൂടെ ചെലവഴിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവജനം കാലം പഠിച്ച കർത്താവിനെ സ്തുതിച്ചേ.